ജോയ്സ് ടിവിയിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ഈ ചാനലിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കും. ഹൃദയം നുറുങ്ങിയിരിക്കുമ്പോഴും മനുഷ്യരാരും നമ്മൾക്ക് പലപ്പോഴും ആശ്രയമായി കടന്നു വരുന്നില്ലെങ്കിൽ നാം നമ്മുടെ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചാലും നമ്മുടെ കർത്താവ് നമ്മുടെ സമീപത്ത് കടന്നു വരുമെന്നുള്ളത് അനേക ദൈവമക്കളുടെ അനുഭവങ്ങളിലൂടെ കേൾക്കുവാനും കാണുവാനും ഒക്കെ നമുക്ക് കഴിയുന്നുണ്ട്. വചനം സത്യമാണ്. ആകാശവും ഭൂമിയും മാറിപ്പോയാലും ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ലാത്തതാണ്. അത് സ്വർഗത്തിൽ സ്ഥിരമാക്കപ്പെട്ട വചനമാണ്. ആമേൻ, ഹല്ലേലൂയ. ഹൃദയം മുറുകിയിരിക്കുന്നവരെല്ലാവർക്കും പ്രത്യേകാലം ഇന്ന് നമ്മളോടൊപ്പം കടന്നു വന്നിരിക്കുന്നതായ പ്രിയ കർത്താവിന്റെ ദാസന്റെ സാക്ഷ്യവും ഏറ്റവും അനുഗ്രഹവും ആശ്വാസവും വിടുതലുമായി തീരട്ടെ. ആ പ്രിയ കർത്താവിന്റെ ദാസൻ ശാമുവേൽ ജോണിയെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജോയ്സ് ടിവിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസനെ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തില് കർണാടകയുടെ വില്ലേജുകളിൽ പ്രവർത്തിക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വില്ലേജ് മിനിസ്ട്രി ഏറ്റവും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. അനേക ജീവിതങ്ങളെ ക്രിസ്തുവിന് വേണ്ടി നേടിയെടുക്കുവാനാവും കർത്താവ് സഹായിക്കട്ടെ. ശാരീരികമാകുന്ന ബലഹീനതകളൊക്കെ ഉണ്ടെങ്കിലും ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തിയാൽ ദൈവത്തിന്റെ ദാസനെ കർത്താവ് നിറയ്ക്കുമാറാകട്ടെ. ദാസനെ ജീവിതത്തിന്റെ അനുഭവങ്ങളിലേക്ക് നമുക്ക് കടക്കുന്നതിന് മുന്നമേ തന്നെ ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനായ കർത്താവേ, നമ്മുടെ സന്നിധിയിലേക്ക് പ്രിയ കർത്താവിന്റെ ദാസനുമായി ഞങ്ങൾ അടുത്തു വരുന്നു. കർത്താവേ, ദൈവം നടത്തിയ വിധങ്ങളും വഴികളും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ദൈവം ഉപയോഗിക്കുന്നതൊക്കെയും അനേക ജീവിതങ്ങൾക്ക് ഹല്ലേലൂയ ആശ്വാസവും വിടുതലുമായി തീരേണ്ടതിന് കർത്താവോട് ഇടയാക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. സമ്പൂർണമായ ഇടങ്ങളെ ഏൽപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദാസനെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ ഷെയർ ചെയ്യാവുന്നതാണ്. ആമേൻ. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. എന്റെ പേര് ഞാൻ പറഞ്ഞല്ലോ, ഒഫീഷ്യൽ നെയിം ശാമുവേൽ ജോണി എന്നാണ്. ഞാൻ ഒരു ഓർത്തഡോക്സ് കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. എന്റെ വൈഫ് കാരിൽ പറഞ്ഞ ഒത്തിരി നീട്ടി പോകുന്നില്ല. ഞാൻ എന്റെ വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷമായിട്ട് ഹൈദരാബാദ് പ്രദേശം കടന്നുപോയി. അവിടെ ചില ദീർഘവർഷമാണ്, 21 വർഷത്തോളം അവിടെ. ഒരു മിനിറ്റ്, ദേവദാസന്റെ ബാല്യത്തിലെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ദൈവദാസൻ അതൊക്കെ ബാല്യകാലം മുഴുവനും ഷെയർ ചെയ്യാം. ദൈവദാസന്റെ ടെസ്റ്റ് മണിയാണല്ലോ, അപ്പൊ അതെല്ലാം ദേവദാസൻ ചെയ്യാം, പറയാം. പറഞ്ഞാട്ട് ഞാനൊരു ഓർത്തഡോക്സ് കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ട ഇടത്തരം കുടുംബമായിരുന്നു എന്റെ കുടുംബം. എന്നാൽ എന്റെ പിതാവ് മദ്യപാനിയായ ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഉണ്ടായിരുന്നൊക്കെ നഷ്ടപ്പെട്ടു. അതിനുശേഷമായിട്ട് ഞങ്ങള് ഒത്തിരി ബുദ്ധിമുട്ടിലും പ്രയാസങ്ങളും കടന്നു പോവുകയും എന്റെ അമ്മ വീട്ടിൽ ഞങ്ങള് അവിടെ കുടുംബമായിട്ട് പോയി താമസിക്കാനൊക്കെ ഞങ്ങള് ഇടയായി തീർന്നു. അങ്ങനെ അവിടെ നിന്നുകൊണ്ട് എന്റെ വിദ്യാഭ്യാസം 10ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചു. അതിനുശേഷമായിട്ട് അവിടെ നിന്ന് ഞാൻ ഹൈദരാബാദിന്റെ പ്രദേശത്ത് ജോലിക്ക് വേണ്ടി കടന്നുപോയി. അവിടെ ഒരുപാട് പലവിധമായ ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നാൽ അതിന് ഒടുവിലായിട്ട് ചില 3-4 വർഷത്തിന് ശേഷം അവിടെ ഒരു ഫാബ്രിക്കേഷൻ കമ്പനിയിൽ ഞാൻ ഹെൽപ്പറായിട്ട് ജോലിക്ക് കയറി. അവിടെ നിന്ന് ജോലിയൊക്കെ പഠിച്ചു. നല്ല ഒരു പൊസിഷനിൽ എത്തുവാനും കമ്പനിയുടെ ഫോർമാൻ എന്ന പൊസിഷനിൽ എത്തുവാനായിട്ട് എനിക്ക് സഹായിച്ചു. ആ സമയത്തൊക്കെയാണ് എന്റെ വിവാഹം നടക്കുന്നതിന്. പിന്നെ കൂടുതലായിട്ട് ഞാൻ സാക്ഷ്യത്തിൽ കേട്ടല്ലോ, ഒത്തിരി വൈഫിന്റെ രോഗത്തോടുള്ള ബന്ധത്തില് ഒരുപാട് കടബാധ്യതകളും ഒത്തിരി സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ വിദേശത്ത് പോകണം, പണം സമ്പാദിക്കണം എന്നൊക്കെയുള്ള ചിന്ത വന്നു. അങ്ങനെ ഒരു ഇതിൽ വേണ്ടി ഞാൻ ഗൾഫിൽ പോകാനായിട്ട് ഞാൻ ആഗ്രഹിച്ചത്. അങ്ങനെ ഗൾഫിൽ പോകാൻ ആഗ്രഹിച്ചു. അത് ബോംബെ വരെ ചെന്നു. ഞാൻ നാട്ടിൽ വന്നു. അതൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒന്നും ഞാൻ വിശദമായിട്ട് പറയുന്നില്ല. 1998 ഡിസംബറിൽ ഞാൻ ബാംഗ്ലൂരിലോട്ട് വന്നു. അതിനുശേഷം ഉണ്ടായ കാര്യം ഞാൻ കൂടുതൽ വിശദമായിട്ട് പറയാനായിട്ടാണ്.
ആഗ്രഹിക്കുന്നു. 98 ഡിസംബറിൽ ഞാൻ ബാംഗ്ലൂർ വന്നു. അന്ന് തന്നെ എനിക്കൊരു ജോലിയൊക്കെ ശരിയായി. ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയിൽ എനിക്ക് നല്ല ഒരു അവിടെ ആ ഒരു സ്കിൽ വർക്കേഴ്സ് ഇല്ലാത്തതിന്റെ പേരിൽ ആ MD എന്നെ ഒത്തിരി സ്നേഹിക്കുകയും എന്നോട് പല കാര്യങ്ങളും ചോദിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് അവിടെ താമസിക്കാനുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാൻ അവര് കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ ഒരു ചെറിയ ഒരു വീട്ടിൽ, ഒരു പക്ഷെ നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ വീട്ടിലൊക്കെ നോക്കുകയാണെങ്കിൽ തോന്നുന്നു ഒരു ബാത്റൂമിനേക്കാൾ അല്പം കൂടി ചിലപ്പോൾ വലുപ്പം കാണും. അങ്ങനെ അതുപോലുള്ള ചെറിയ വീട്ടിൽ ഞങ്ങള് താമസമായി. ആ താമസിച്ച സമയത്താണ് വീണ്ടും എന്റെ വൈഫിന്റെ രോഗങ്ങളൊക്കെ മൂർച്ഛിക്കുകയും ഞങ്ങൾ ഒത്തിരി വീണ്ടും ഇവിടെ ഞങ്ങൾ കഷ്ടതയിൽ ഒരുപാട് പ്രയാസം കൂടി ഞങ്ങൾ കടന്നുകൊണ്ട്. കാരണം ബാംഗ്ലൂരിൽ എനിക്ക് സ്വന്തക്കാര്, എന്റെ സഹോദരിമാര്, വൈഫിന്റെ ചേച്ചിമാരൊക്കെ ഉണ്ട്, എന്റെ സ്വന്തം ജ്യേഷ്ഠൻ. എന്നാല് ഇവരാരും ഞാൻ അത്ര അങ്ങോട്ട് പണ്ട് പോലെ എന്റെ ഒരു പ്രത്യേക സ്വഭാവമായിരുന്നു. സ്വന്തത്തിലുള്ള ആരോടും പോയിട്ടൊന്നും ചോദിക്കുക പറയുകയോ ചെയ്യില്ല എന്നുള്ള ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് ഞാൻ ആരോടും ഇതൊന്നും അറിയിച്ചില്ല. അത് കാരണം ഒത്തിരി ഞങ്ങൾ ബുദ്ധിമുട്ടി. ഒരു ടാബ്ലറ്റ്സ് വാങ്ങിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ എത്തിച്ചേരുവാനായിട്ട് ഇടയായത്. അന്ന് ഞാനിവിടെ വരാൻ കാരണം എന്റെ ഒരു കസിൻ ബ്രദർ ഉണ്ടായിരുന്നു. അവൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരികയും ഒക്കെ. അപ്പൊ അവൻ ഈ വിഷയങ്ങളൊക്കെ കണ്ടു, ഈ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴ് അവനൊരു ദേവദാസനോട് കാര്യം പറയുകയും അങ്ങനെ ഞങ്ങള് കർത്താവിന്റെ വചനം കേൾക്കുവാനും സുവിശേഷം എന്താണെന്നും വിളിക്കുന്ന യേശുവിനെ പറ്റി കേൾക്കുവാനൊക്കെ ഞങ്ങൾക്ക് ഇടയായി. എന്നാല് ഞങ്ങള് ആ ജനിച്ച പാരമ്പര്യവും പ്രത്യേകിച്ച് ഞങ്ങളായിരുന്ന ആ ഒരു ഇതില് ഞങ്ങള് ഓർത്തഡോക്സിലെ അച്ഛന്മാരൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന ചില വിഷയങ്ങളുണ്ടായിരുന്നു. ഈ പെന്തക്കോസ്തിലെ വീട്ടിൽ കയറ്റി എഴുതുന്നതും അവർ ഇന്നപോലെ ചോദിച്ചു ഇന്നപോലെ പറയണമെന്നും ഒക്കെ ഞങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ച ചില വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് കാരണം എനിക്ക് ഈ പാസ്റ്റർ വന്നപ്പം പ്രാർത്ഥിച്ചിട്ട് പോയി. പക്ഷെ എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളുവാനോ അല്ലെങ്കിൽ അവിടോട്ട് പോകാനോ എന്നുള്ളൊരു മനസ്സ് വന്നില്ല. പക്ഷെ ഞങ്ങളുടെ അന്നത്തെ ജീവിത സാഹചര്യങ്ങള് ഒത്തിരി ഇതായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ദേവദാസൻ വീണ്ടും ഈ മാണി മനോഹരൻ എന്ന് പറഞ്ഞ ദേവദാസന് വീണ്ടും ഒരു നിയോഗം പോലെ അദ്ദേഹം ഞങ്ങളുടെ ഭവനത്തിൽ വരുമായിരുന്നു. അവസാനം ഞങ്ങള് മരണത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്ന ഒരു സമയം. കാരണം എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതി എന്ന് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുമ്പോഴാണ് ഒരു പ്രാവശ്യം എന്റെ ഭാര്യ എന്നോട് പറഞ്ഞത്, നമുക്ക് നമ്മൾ പല പള്ളികളിൽ പോയി പൂജാ മന്ത്രങ്ങളൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ പുണ്യവാളന്മാരും ഞങ്ങളുടെ ആ ഇത് അനുസരിച്ചിട്ട് ഞങ്ങളുടെ ഈ എല്ലാ പുണ്യവാളന്മാരുടെയും പള്ളികളിൽ പോവുകയും ഹൈദരാബാദിൽ നിന്ന് ഞാൻ ബാംഗ്ലൂരില് സെന്റ് മേരീസ് ചർച്ചിൽ വരുമായിരുന്നു. കാര്യം അവിടെ ഇങ്ങനെ ഉപ്പ് വാരി എറിഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ ഒരു ഇത് എന്നോട് ഒരാൾ പറഞ്ഞതുകൊണ്ട് ഞാൻ ഹൈദരാബാദിൽ ഞാൻ ബാംഗ്ലൂരിൽ വന്നു. കാര്യം എന്നിട്ട് ഉപ്പും പൂവും ഒക്കെ വാരി ഇങ്ങനെ ഒരു രഥം പോലെ കെട്ടിട്ട് കൊണ്ടുവരും. അതിലിങ്ങനെ വാരി എറിയുകയൊക്കെ ചെയ്യും. അങ്ങനെ അതുപോലെ പല പള്ളികളില് പലതായ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു. എന്നാൽ അതിനൊന്നും ഞങ്ങളുടെ ആ ഒരു വിടുതൽ എനിക്ക് ലഭിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങള് ഈ ദേവദാസൻ ഞങ്ങളുടെ വീട്ടിൽ വരികയും പ്രാർത്ഥിയൊക്കെ വെച്ച് അങ്ങനെ ഞങ്ങൾ സഭയില് ഒരു ദിവസം പോകാനായിട്ട് ഞങ്ങൾ ഇടയായി തീർന്നു. എന്റെ ഭാര്യയുടെ ആ ഒരു നിർബന്ധത്തിനനുസരിച്ചാണ് പോയത്. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങളവിടെ പോയി. അന്ന് എന്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത, ഞാൻ ഇത്രയും വർഷങ്ങൾ ഞാൻ ഓർത്തഡോക്സ് പള്ളികളിൽ പോയി, മറ്റു പല ഇടങ്ങളിൽ പോയിട്ടുണ്ട്. പക്ഷെ അവിടെ ഒന്നും അനുഭവിക്കാത്ത ദൈവ സാന്നിധ്യം ഞങ്ങൾക്ക് കൂടെ അനുഭവിക്കുവാനും അവിടെയുള്ള ദൈവജനത്തിന്റെ പ്രാർത്ഥന അത് കേൾക്കുവാനും ഞങ്ങൾക്ക് വേണ്ടിയുള്ള അവിടെ കണ്ണുനീരും പ്രാർത്ഥന കണ്ടു കഴിഞ്ഞപ്പോൾ സ്തോത്രം ഹല്ലേലൂയ. എനിക്ക് തന്നെ ഒരു പ്രത്യേക ഒരു മനസ്സിൽ വല്ലാത്തൊരു ഇത് തോന്നി. ഹല്ലേലൂയ. ഇവരുടെ പ്രാർത്ഥനയ്ക്ക് സ്തോത്രം ഹല്ലേലൂയ ഒരു മറുപടി കിട്ടും എന്നുള്ളൊരു പ്രത്യാശ എന്റെ മനസ്സിൽ വരികയും അന്ന് ഞങ്ങള് തിരിച്ച ആലയത്തിൽ പ്രാർത്ഥന കഴിച്ച് പോകുമ്പോൾ ഹല്ലേലൂയ ഒരു പൂർണ്ണ വിടുതലായിട്ടില്ലെങ്കിലും ഹല്ലേലൂയ ഒരു ദൈവിക വിടുതലൊക്കെ അനുഭവിച്ച് ഞങ്ങള് ഭവനത്തിൽ കടന്നുപോയത്. അതിനുശേഷം ഞങ്ങൾ താമസിക്കുന്ന വീടൊക്കെ വിട്ട് ഞങ്ങള് അങ്ങനെ ചർച്ചിന്റെ അടുത്തേക്ക് ഞങ്ങള് വരികയും ഹല്ലേലൂയ ഞങ്ങളെ ചർച്ചിനോട് ബന്ധപ്പെട്ട് മുൻപോട്ട് പോവുകയും ചെയ്തു. എന്നാൽ എന്റെ മനസ്സിൽ തീരുമാനം ഉണ്ടായിരുന്നു, എനിക്ക് ആ അച്ഛന്മാർ എന്നോട് പറഞ്ഞു തന്ന ആ വിഷയങ്ങള്, ആ സംശയങ്ങള് ഹല്ലേലൂയ ഇതൊക്കെ എന്റെ മനസ്സിലേക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് ഹല്ലേലൂയ ഞാൻ ഒരിക്കലും സ്നാനപ്പെട്ട് അങ്ങനെ ഒരു സഭയുടെ അംഗമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് എന്റെ ഭാര്യയോട് ഞാൻ പറയാനിടയായി തീർന്നു. അങ്ങനെ അങ്ങോട്ട് ഇരിക്കുമ്പോഴാണ് സൗദിയിലുള്ള ഒരു കർത്താവിന്റെ ദാസൻ, അദ്ദേഹം പാസ്റ്റർ ഒന്നുമല്ല, എന്നാൽ ഒരു ഇവാഞ്ചലിസ്റ്റ് ആയിട്ട് അവിടെ പലയിടത്തും പല ക്യാമ്പുകളിലും പോയി വർക്ക് ചെയ്യുന്ന ഒരു കർത്താവിന്റെ ദാസന് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് അങ്കിളിനെ കാണുന്നത്. അദ്ദേഹം ഞാനൊരു ഗസ്റ്റ് ഒരു വീടിന്റെ ആവശ്യത്തിന് വേണ്ടി സംസാരിക്കാൻ വേണ്ടി പുതിയൊരു വാടക വീട് വേണം, അതിനുവേണ്ടി സംസാരിക്കാൻ പോയിരിക്കുമ്പോൾ അവിടെ ആ ദേവദാസന് താൻ പിറ്റേ ദിവസം സൗദിക്ക് തിരിച്ചു പോവുക.
അപ്പം ആ വീട്ടിൽ വന്ന് യാത്ര ചോദിക്കാണ്ട് വരുമ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്നു, എന്നോട് രക്ഷിക്കപ്പെടാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കിതൊന്നും വലിയ ആ ഒരു നിശ്ചയമൊന്നും ഇല്ലാതെ ഞാൻ പറഞ്ഞു ആണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ രക്ഷ എന്തുവാ എന്നൊക്കെ എന്നോട് ചോദിച്ചു. അപ്പം എന്നിട്ട് ആ ടേബിളിന്റെ പുറത്തിരുന്ന ബൈബിൾ എടുത്തിട്ട് താൻ എന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പം എന്റെ മനസ്സിൽ അന്ന് ഇഞ്ചക്ട് ചെയ്ത് വെച്ചിരുന്ന സംശയങ്ങൾക്കൊക്കെ ഒരു മറുപടി ആയിരുന്നു ആ ദേവദാസനൊക്കെ ദൈവം എന്നോട് പറയുവാൻ ഇടയാ തീർന്നത്. അന്ന് ഞാൻ അവിടെ വെച്ച് തന്നെ ഒരു തീരുമാനം എടുത്തു. ഹല്ലേലൂയ, ഇതാണ് സത്യം. ഇല്ലെങ്കിൽ ഒരു ദൈവത്തിന്റെ പ്രവൃത്തി അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, എന്നെ അറിയാത്ത ഈ വ്യക്തി ഹല്ലേലൂയ, ഈ ദേവദാസൻ ഇവിടെ വന്നിട്ട് എന്നോട് ഇത്രമാത്രം കാര്യമായിട്ട് ആ വചനങ്ങളൊക്കെ എടുത്ത് അങ്ങനെ എന്നോട് വ്യക്തമായിട്ട് സംസാരിക്കുമ്പോൾ ഇത് തീർച്ചയായിട്ടും ദൈവത്തിന്റെ പ്രവൃത്തി തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുകയും ഹല്ലേലൂയ ഞാൻ അവിടെ തന്നെ എന്നോട് ഞാൻ സമർപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം ഇതുപോലെ ഞാൻ പറഞ്ഞു ദേവദാസനെ എനിക്കും സ്നാനപ്പെട്ട് സഭയുടെ ഒരു അംഗമായി തീരണമെന്ന് പറഞ്ഞു. അപ്പൊ അതിന് അവരുടെ കാര്യങ്ങൾ ക്രമീകരിച്ചു. എന്റെ ബൈബിൾ സ്റ്റഡിയൊക്കെ എടുത്തന്ന് പുതുപ്പള്ളിയിലുള്ള ഒരു അച്ഛന്റെ പേര് ഞാൻ മറന്നുപോയി. ആ അച്ഛനാണ് എനിക്ക് ബൈബിളിന്റെ ക്ലാസ് എടുത്തത്. പുള്ളി ഓർത്തഡോക്സ് സഭയിൽ നിന്നും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു അച്ഛനായിരുന്നു. അദ്ദേഹം എനിക്ക് ഓർത്തഡോക്സിന്റെ കാര്യങ്ങളെ പറ്റി ഇതിനെപ്പറ്റി എല്ലാം വിവരിച്ച് വ്യക്തമായിട്ട് എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നെ മനസ്സിലാക്കി. അങ്ങനെ ഞാൻ ഹല്ലേലൂയ സ്നാനപ്പെടുവാനായിട്ട് ഇടയാ തീർന്നു. സ്നാനപ്പെട്ട അന്ന് മുതൽ ഹല്ലേലൂയ ഏത് സഭയിൽ ഏതൊരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയാലും ഏതൊരു ഇടത്ത് പോയാലും ആ ദൈവദാസന്മാർ അല്ലെങ്കിൽ ആ പ്രവാചകന്മാര് ഓടി വന്ന് ആദ്യം എന്റെ തല കഴിച്ചിട്ട് പറയും, നിനക്ക് എന്തുപേർ കർത്താവിന് വിളിയുണ്ട്, കർത്താവിന് മേൽക്കൊണ്ട് ഇറങ്ങണം. ഹല്ലേലൂയ. ഞാൻ അന്നേരം പോയെന്ന് പറയും, കർത്താവ് എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, എനിക്ക് ബൈബിളിനെ പറ്റി എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ ഇതിന് ബൈബിൾ വായിച്ചു, ഞാൻ ഓർത്തഡോക്സിന്റെ കുർബാനക്രമം മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളത്, എനിക്ക് അതൊന്നും എനിക്ക് അറിയില്ല, അതുകൊണ്ട് എന്നെ കൊണ്ട് എനിക്ക് പറ്റത്തില്ല. ഒരാൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്ക് ഇത് പറ്റില്ല ഞാൻ അങ്ങനെ പറയാനെടുത്തു. പക്ഷെ ദൈവം എന്നെ തുടർച്ചയായിട്ട് ദൈവികമായ ദർശനങ്ങള്, ഞാൻ ശുശ്രൂഷിക്കേണ്ട സ്ഥലം, ഹല്ലേലൂയ, ഞാൻ സ്നാനപ്പെടുത്തുന്നതായിട്ട് അങ്ങനെയൊക്കെ ഒരുപാട് ദർശനങ്ങൾ കർത്താവ് എനിക്ക് തരുവാൻ ഇടയാ തീർന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെതായ ശബ്ദം, ഒരുപാട് ദൈവശബ്ദം എന്നെ കേൾപ്പിക്കാൻ ഇടയായി തീർന്നു. അങ്ങനെ ഹല്ലേലൂയ ഇത് അങ്ങനെ ഒത്തിരി ഞാൻ കേട്ട് കഴിയുമ്പോഴും ഹല്ലേലൂയ ഞാൻ ഇതിൽ നിന്ന് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു കാര്യമായതുകൊണ്ട് ഞാൻ ഇതിനെ തള്ളിക്കളഞ്ഞ് മുൻപോട്ട് പോയിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ചില ദിവസങ്ങൾ നാളുകള് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്റെ എനിക്ക് ഒരു വിസ എന്റെ കൂടെ അന്ന് ഗൾഫിൽ പോയൊരു സ്നേഹിതന് എനിക്കൊരു വിസ അയച്ചു തന്നു. ആ വിസയുമായിട്ട് ഞാൻ മെഡിക്കലിൽ പോകുമ്പോഴാണ് എനിക്ക് ഹെപ്പറ്റൈറ്റിസ് ബി എന്റെ ശരീരത്ത് അത് പോസിറ്റീവ് ആണെന്ന് അറിയുവാനായിട്ട് ഇടയായി തീർന്നത്. ഹല്ലേലൂയ. അങ്ങനെ എന്റെ പോക്ക് എനിക്ക് ഒരിക്കലും പോകാൻ ഡോക്ടർ പറഞ്ഞു ഒരിക്കലും ഗൾഫിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ തിരിച്ചു വന്നു, സഭയിലെ വിവരങ്ങൾ അറിയിച്ചു. ഹല്ലേലൂയ. ഞാൻ ടെസ്റ്റിന് പോകുമ്പോൾ തന്നെ ഒരു സഭയിലുള്ള ഒരു സഹോദരിയോട് ദൈവാത്മാവ് രാത്രിയില് ദർശനം കൊടുത്തു. ഇതുപോലെ മനോഹരമായ രോഗത്തിൽ കൂടി ഇന്ന് വ്യക്തി കടന്നു പോകുന്നു, ആ വ്യക്തിയോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. അങ്ങനെ ദാസൻ ഓടി വീട്ടിൽ വന്നു, പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. എന്നെ ഒത്തിരി ആശ്വസിപ്പിച്ചു. ഞാൻ ഒത്തിരി നിരാശയോടെ കൊച്ചിയിലായിരുന്നു എന്റെ മെഡിക്കൽ ഉണ്ടായിരുന്നത്. ഞാൻ ഇവിടെ തിരിച്ച് ബാംഗ്ലൂർ പ്രദേശത്ത് മടങ്ങി വന്നു. എന്നാല് സ്തോത്രം ഹല്ലേലൂയ. പലർക്കും എന്നോട് ചോദിച്ചു ഈ അസുഖം എങ്ങനെ നിനക്ക് ഉണ്ടായത്. എന്നെ കൊണ്ടുവന്ന ആ കസിന്റെ നേരെയുള്ള അനുജന് ഇതേ സെയിം രോഗത്താല് മരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവനെ മോർച്ചറിൽ പോയിട്ട് ഡ്രസ് ചെയ്യാനും ഇത് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് ഞാനായിരുന്നു അതിന്റെ കൂടെ കയറിപ്പോയിരുന്നത്. അങ്ങനെ അവരിൽ നിന്നാണ് എനിക്ക് ആ രോഗം ഉണ്ടായത്. തുടർന്ന് ഞാൻ ആ രോഗത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടി ഹെപ്പറ്റൈറ്റിസിന് വേണ്ടി അന്ന് ഇതിന് ഇഞ്ചക്ഷൻ ഒന്നും എടുക്കാറുണ്ട്. ഈ രോഗം വന്നു കഴിഞ്ഞാൽ ഇത് മരണമാണ് ഇതിന്റെ അവസാനം, ഇതിന് പിന്നീട് മരുന്നില്ല എന്നാണ് വൈദ്യശാസ്ത്രം. അന്ന് 2001 ചെറുപ്പം. അപ്പം ആ സമയത്ത് ഇതിന് ഇഞ്ചക്ഷൻ ഉണ്ട്. പക്ഷെ നേരത്തെ നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കണം. ഞാൻ ഇഞ്ചക്ഷൻ എടുക്കാഞ്ഞതുകൊണ്ട് എനിക്ക് അസുഖം ഉണ്ടാകുകയും മരണമാണ് മുന്നിൽ ഡോക്ടർമാർക്ക് പറഞ്ഞാല് പലരും പറഞ്ഞു ഇന്ന ഡോക്ടറുണ്ട്, ഇന്ന വൈദ്യരുണ്ട്. ഞാൻ കൊട്ടാരക്കര പോയിട്ട് വൈദ്യര്, മാന്നാത്തുള്ള ഒരു വൈദ്യര്, പിന്നെ ആലപ്പുഴ മെഡിക്കലുള്ള ഒരു തോമസ് ഡോക്ടർ,
ബാംഗ്ലൂർ മല്ലിക ഹോസ്പിറ്റല്, അങ്ങനെ പല ഹോസ്പിറ്റലുകൾ മാറി മാറി ഇതിനുവേണ്ടി ചികിത്സ നടത്തി. നേരത്തെ കൗണ്ടിങ് എടുക്കുന്നുണ്ട്. അവർ അവസാനം എന്നോട് ഒരു ഡോക്ടർ, മല്ലികയിലെ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇനിയും മരുന്ന് എടുക്കണ്ട എന്ന് പറഞ്ഞു. കാരണം ലാസ്റ്റ് സ്റ്റേജിൽ എത്തി എന്ന് എന്നോട് പറയുവാൻ ഇടയായി. ഞാൻ ഒത്തിരി വേദനയുടെ ഭവനത്തിലേക്ക് കടന്നു വന്നു. കാരണം മരണത്തിന്റെ ഡേറ്റ് ഒക്കെ എനിക്ക് ഡോക്ടർ തന്നു. പക്ഷെ മരിക്കാൻ ഭയം ഉണ്ടായിട്ടല്ല, എന്റെ ഭാര്യയുടെ അവസ്ഥ. കാരണം ഞാൻ വിശ്വാസി ഞങ്ങൾ വന്നതിന് ശേഷം ഞങ്ങളുടെ കുടുംബ വീട്ടുകാരെല്ലാം ഞങ്ങൾ ഇരുന്ന് വന്ന ദൂരത്തായി. അവരാരും ഞങ്ങളുടെ ഭവനത്തിൽ വരുവോ അല്ലെങ്കിൽ വിളിക്കുകയോ അല്ലെങ്കിൽ യാതൊരു കാര്യങ്ങൾക്കോ അവർ ഞങ്ങളെ സഹകരിപ്പിക്കാത്ത ആ ഒരു നിലവാരത്തിൽ മാറിയതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ലീല അല്ലെങ്കിൽ എന്റെ ഭാര്യ അവളുടെ അവസ്ഥ എന്താകും എന്നുള്ള ഒരു ചിന്തയിൽ കൂടെ ഒത്തിരി ഞാൻ ഭാരപ്പെട്ട് ഞങ്ങൾ രാത്രി അത് കഞ്ഞി കുടിച്ചു, കിടന്നു. സത്യം എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഞാൻ അങ്ങനെ കിടന്ന് കുറച്ചേരം കഴിഞ്ഞു. ഞാൻ എഴുന്നേറ്റു, ഒരിടത്ത് മാറ്റി ഇട്ടിട്ട് ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷെ പ്രാർത്ഥന ശബ്ദമായിട്ടല്ല അത് പുറത്തു വന്നത്. കണ്ണീരായിട്ട് അത് എന്റെ പ്രാർത്ഥന പുറത്തു വരാനായിട്ട് തുടങ്ങി. ഞാൻ എത്ര ദിവസം നേരെ കരഞ്ഞെന്ന് എനിക്കറിയത്തില്ല. ഹാലലുയ. ഏതോ ഒരു സമയത്ത് ദൈവം ഹല്ലേലൂയ എന്നോട് ഇടപെടുവാൻ ഇടയായിരുന്നു. ദൈവത്തിന്റെ ശബ്ദം എന്നെ കേൾപ്പിച്ചു. എന്നോട് ദൈവാത്മാവ് വ്യക്തമായി ഇങ്ങനെ സംസാരിച്ചത്, ഞാൻ നിന്നെ മരണത്തിന് ഏൽപ്പിക്കത്തില്ല, നീ ജീവനോട് എന്റെ പ്രവർത്തനം വർദ്ധിക്കുന്നില്ല. ആ ദൈവത്തിന്റെ ശബ്ദം കേട്ടു. ഹല്ലേലൂയ. പെട്ടെന്ന് എനിക്കെന്തോ എന്റെ ശരീരത്തിൽ ഒരു ഭാരം ഒഴിഞ്ഞു പോയ പോലെ ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായി. സ്തോത്രം. ദൈവത്തിന്റെ കരം വ്യക്തമായി എന്നെ സ്പർശിച്ചതായിട്ട് ഞാൻ അറിയുവാനായിട്ട് കാണുവാൻ ഞാൻ മനസ്സിലാക്കി. അടുത്ത ദിവസം ഞാൻ എന്റെ ദേവദാസനോട് പോയി പറഞ്ഞു, ദേവദാസനെ ഇതുപോലെ എനിക്കൊരു അനുഭവം ഉണ്ടായി. എനിക്ക് എന്റെ രോഗമെല്ലാം ദൈവം തൊട്ടു, എന്നെ സൗഖ്യമാക്കി പറഞ്ഞപ്പോഴ് ദേവദാസൻ പറഞ്ഞു, ഒരാളോട് സാക്ഷ്യം പറയേണ്ടത് ഇത് പുറത്ത് കാണാൻ പറ്റുന്ന ഒരു കാര്യമില്ലാത്തതുകൊണ്ട് നമുക്ക് വീണ്ടും പോയി ടെസ്റ്റ് ചെയ്യാൻ. അങ്ങനെ ഞങ്ങൾ അതേ ഹോസ്പിറ്റലിൽ ഞങ്ങൾ വീണ്ടും പോയി. ഞങ്ങൾ പിറ്റേ ദിവസം മൂന്നാമത്തെ ദിവസം ഞങ്ങൾ ടെസ്റ്റ് ചെയ്തപ്പോൾ എന്റെ ബ്ലഡില് ആ രോഗമില്ല, നോർമൽ എന്നുള്ള റിസൾട്ട് വരുവാനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ ഭവനത്തിൽ കടന്നു വന്നു. അതിനുശേഷം വീണ്ടും ഹല്ലേലൂയ ഞങ്ങൾ ഒരു തീരുമാനമെടുത്തു. ഇനി കർത്താവിന്റെ വേല ചെയ്യുന്ന തീരുമാനത്തോട് ഞങ്ങൾ ആ തീരുമാനത്തിൽ ഞങ്ങൾ നാട്ടിൽ കടന്ന് ബൈബിൾ കോളേജ് പഠിക്കാനായിട്ട് ഞങ്ങൾ നാട്ടിൽ കടന്നുപോയി. മാവേലിക്കര കല്ലുമേലുള്ള ആ ഒരു ബൈബിൾ കോളേജില് ഞങ്ങള് അഡ്മിഷൻ എടുത്തു. ഞങ്ങൾ രണ്ടുപേരും അഡ്മിഷൻ എടുത്തു കഴിഞ്ഞപ്പോൾ എന്റെ ഉള്ളില് അന്ന് ഒത്തിരി വലിയ പ്രാർത്ഥന ചെയ്തൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അന്ന് എന്റെ മനസ്സ് വല്ലാത്തൊരു ഭാരം എനിക്ക് ഉണ്ടായി. നീ ഇവിടെ വന്ന് പഠിക്കാൻ ഫീസ് ആരാ കൊടുക്കുന്നത്, നിന്റെ ഭക്ഷണത്തിന് ആരാ കൊടുക്കുന്നത്, നിന്റെ സാധനങ്ങൾ ബാങ്കിൽ കിടപ്പുണ്ട്, അതിന്റെ വീടിന് വാടകയാരാ കൊടുക്കുന്നത്, ഇങ്ങനെയൊക്കെ ഒത്തിരി പ്രയാസങ്ങള്, ഒത്തിരി ചിന്തകൾ എന്നെ ഇങ്ങനെ ഭാരപ്പെടുത്തിട്ട് അതിന്റെ അടുത്ത ദിവസം ഞാൻ അവിടെ നിന്ന് സാധനങ്ങൾ കിടന്നു തിരിച്ച് അവരോട് പോലും പറയാതെ ഞാൻ ബാംഗ്ലൂരിൽ വരുവാനായിട്ട് ഇടയാക്കി. ഞാൻ ബാംഗ്ലൂരിൽ തിരിച്ചു വന്നു. വീണ്ടും ജോലിയുടെ ബന്ധത്തിൽ ഞാൻ മുൻപോട്ട് പോകാൻ തുടങ്ങി. ഹല്ലേലൂയ. എന്നോട് ദേവദാസനൊക്കെ പറയാതൊക്കെ ദൈവം നടത്തും എന്നൊക്കെ പറഞ്ഞില്ല. അതൊന്നും അംഗീകരിക്കുവാൻ എന്റെ മനസ്സങ്ങോട്ട് അനുവദിച്ച് വീണ്ടും ജോലിക്ക് വേണ്ടി കയറി. ജോലിക്ക് ചെല്ലുമ്പോഴെനിക്ക് ആ ജോലി ഒരു പ്രമോഷൻ തന്നോടെ അവര് വീണ്ടും കയറ്റിയത്. അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് പൈസ ഒക്കെ ആകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ എനിക്ക് വേറൊരു കമ്പനിയിലേക്ക് ഒരു ജോലിയൊക്കെ ശരിയായി. ഞാൻ അങ്ങനെ ആ കമ്പനിയിൽ ചെന്നു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും അവിടെ വെച്ച് ഒരു അപകടം ഉണ്ടായി. ഒരു ഇലക്ട്രിക്കൽ ഇതായിട്ടുള്ള സംബന്ധമായ ഒരു കാര്യം, ഒരു ജനറേറ്റർ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാ അത് സ്റ്റാർട്ട് ചെയ്തു. ഹല്ലേലൂയ. അതിൽ നിന്നും ഷോക്ക് അടിച്ച് തൊട്ടടുത്ത ആ അപ്പാർട്ട്മെന്റ് പണിയുന്ന അതിന്റെ അണ്ടർഗ്രൗണ്ടിലുള്ള ആ വെള്ളത്തിലേക്ക് ഞാൻ കേബിളോടുകൂടിയാണ് വീഴുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. പെട്ടെന്ന് ആരോ ആ കേബിള് എന്നെ ചുറ്റിയതുകൊണ്ട് അങ്ങനെ ആ കേബിളോട് എന്നെ വലിച്ച് മുകളിലേക്ക് കയറ്റി അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹല്ലേലൂയ. ഞാനത് ആ സമയത്ത് ഞാൻ വീട്ടിൽ പോലെ ഒന്നും ഞാൻ പറഞ്ഞിരുന്നില്ല. കാര്യം എന്റെ വൈഫിന് ചില BP ഒക്കെ ഇങ്ങനെ കൂടുന്നതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. കാര്യം ഞാൻ 2 ദിവസം റെസ്റ്റ് ഒക്കെ എടുത്തു. അവരതിനുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ തന്നു. ഞാൻ അങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് പല വിഷയങ്ങള്, പലവിധമായ അപകടങ്ങള് ഒക്കെ എന്റെ ജീവിതത്തിൽ കടന്നു വന്നു. ഹല്ലേലൂയ. രണ്ടാമത്തെ ആക്സിഡന്റ് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു, കർത്താവ് ഞാൻ ഇറങ്ങിക്കൊള്ളാപ്പാ, ഞാൻ കർത്താവിന്റെ വേല ചെയ്യാം, എനിക്ക് അറിയാവുന്നവരെ പോയി സാക്ഷ്യം പറയാം. അങ്ങനെ ഒരു ഇതൊക്കെ എടുത്തു. ചിലടത്തൊക്കെ ഞാൻ പോയി ചില ചർച്ചകളിലൊക്കെ പോയി എന്റെ സാക്ഷിയൊക്കെ പറഞ്ഞു. എന്നാൽ വീണ്ടും ഹല്ലേലൂയ എന്നെ അതിൽ നിന്ന് എന്നെ അങ്ങ് അകറ്റുവാൻ പോലെ എനിക്കൊരു ജോലിയില് ഒരു പ്രമോഷൻ എന്ന് പറഞ്ഞാൽ കർണാടകയിലും ആന്ധ്രയിലും എല്ലാ ഇടങ്ങളിലും പോയിട്ട് ഈ ജനറേറ്റർ അത്
സെറ്റ് ചെയ്യുന്ന ഒരു ഇതിലേക്ക് എന്നെ നിയമിക്കാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ അതുമായിട്ട് പോയി കഴിഞ്ഞപ്പോൾ എന്റെ എല്ലാ കാര്യങ്ങളും വീണ്ടും അങ്ങ് നിർത്തി. ഞാൻ വീണ്ടും ആ പഴയ രീതിയിൽ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹല്ലേലൂയ എനിക്ക് വിദേശത്ത് പോകാനായിട്ട് ഒരു വിസ റെഡിയാകുന്നത്. കാരണം അതിന് മുൻപ് ഞാൻ ചില മാസങ്ങൾക്ക് ഇതുപോലെ ദേവദാസ് ഇതുപോലെ എന്നോട് ചില ശക്തമായ ചില ആലോചന പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ പ്രാർത്ഥിച്ചത് പറഞ്ഞു, കർത്താവേ, എനിക്ക് ബാംഗ്ലൂരില് അല്ലെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് എങ്ങും ഒരു വീടില്ല, മറ്റൊരു കാര്യങ്ങളില്ല, അതുകൊണ്ട് എനിക്കൊരു സ്വന്തമായിട്ട് താമസിക്കാൻ ഒരു വീടും ഒരു ചെറിയൊരു വാഹനം ഇത്രയും എനിക്ക് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന് വിലയാ, അല്ലെങ്കിൽ ഞാൻ പോകത്തില്ലായിരുന്നു. അങ്ങനെ ഒരു ഇത് ഞാൻ ദൈവത്തോടെ ഞാനങ്ങ് പറഞ്ഞു. ദൈവത്തിന്റെ പദ്ധതി ആയിരിക്കാം. അത് കഴിഞ്ഞപ്പോൾ എന്നോട് ദേവദാസൻ പറഞ്ഞു, നമുക്കൊരു വിസ ശരിയാവുന്നുള്ളത്. അങ്ങനെ ആ പറഞ്ഞ ഡേറ്റിലേക്ക് എനിക്ക് വിസ ശരിയായി. ഞാന് ഹല്ലേലൂയ പോകാൻ ഒത്തിരി തടസ്സം, ഒരുപാട് തടസ്സങ്ങൾ എനിക്ക് വന്നെങ്കിലും ഞാൻ ഇവിടെ അവസാനം ഇവിടെ പറ്റാഞ്ഞ സാർ ബോംബെയിൽ പോയി അതിന്റെ കാര്യങ്ങൾ ക്രമീകരിച്ചാണ് അവിടെ നിന്നും ദുബായിക്ക് പോകാൻ ഇടയായി തീർന്നു. 2006 നവംബറിൽ ഞാൻ ദുബായി ചെന്ന പിറ്റേ ദിവസം എനിക്ക് ജോലിയില് ഓൾറെഡി ആ ജോബ് വിസയെല്ലാം പോയത്, ജോലിയൊക്കെ ശരിയായി. അങ്ങനെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് കഴിഞ്ഞു വന്ന 2007 മാർച്ച് ഏപ്രിൽ മാസത്തില് റംസാന്റെ സമയത്ത് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി തീർന്നു. എന്റെ കൂടെ വന്ന ആ സഹോദരനെ ഒന്ന് സഹായിക്കാൻ, പെട്ടെന്ന് ഒന്നിച്ച് തിരിച്ചു പോകാന്നുള്ള ചിന്തയില് ഞാൻ ആ സഹോദരനെ സഹായിക്കാനായിട്ട് ഞാനൊന്ന് പോയി. അങ്ങനെ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കും, ഞാൻ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ കുഞ്ഞൊന്ന് മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മെറ്റീരിയൽ തീർന്നു പോയി. അതെടുത്ത് അകത്ത് കൊണ്ടുവരാനായിട്ട് ലൈസൻസ് ഇല്ലാത്ത ഒരു പയ്യൻ, അവന് അല്പമൊക്കെ ക്രെയിൻ ഓടിക്കാൻ അറിയാമായിരുന്നു. അങ്ങനെ അവന് പുറത്തു പോയി ക്രെയിനുമായിട്ട് റോഡിൽ നിന്നിട്ട് ഏതാണ്ട് 2300-ലധികം കിലോ ഭാരമുള്ള ഒരു വലിയ ഹൈ ബീം, ഇരുമ്പിന്റെ വലിയൊരു ഹൈ ബീം, അത് സിംഗിൾ റോപ്പിട്ട് മേപ്പോട്ട് തൂക്കി അങ്ങനെ അതിന്റെ മേളിൽ കൂടെ പുറത്ത് വെക്കാണ്ട് ഞാൻ അങ്ങനെ ജോലി മാർക്ക് ചെയ്തുകൊണ്ടിരുന്ന സാധനം ആ മെറ്റീരിയല് തീർന്നത് കാരണം എന്റെ അടുത്തുണ്ടായിരുന്ന വേറൊരു പയ്യൻ, അവൻ പറഞ്ഞു ഞാൻ എടുത്തോണ്ട് തരാമെന്ന് പറഞ്ഞ് കമ്പനിക്കകത്തു നിന്നും ട്രെയിനും എടുത്തോണ്ട് പോയി ഓടിച്ച് റോഡിൽ ചെന്നിട്ട് റോഡിന്റെ സൈഡിൽ അടുക്കി വെച്ചിരുന്നായ ഒരു ബീമില് സിംഗിൾ റോപ്പ് ഇട്ട് വെബോട്ട് അത് തൂക്കിയിട്ട് മതിലിന്റെ മുകളിൽ കൂടി അത് അകത്ത് വെക്കാനായിട്ട് അവൻ പ്ലാൻ ചെയ്തു. അങ്ങനെ സിംഗിൾ റോപ്പ് ഇട്ട് മേപ്പോട്ട് തൂക്കുമ്പോൾ ഓപ്പോസിറ്റിൽ വന്ന ഒരു ട്രക്ക് ആ സാധനം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനായി എത്തുന്നു. അപ്പൊ ആ ഓപ്പോസിറ്റ് വന്ന ഒരു ട്രക്ക് വന്ന് അതിൽ ഇടിക്കാനും ആ ഇട്ടിരുന്ന ചെയിൻ പൊട്ടി അതങ്ങനെ തെറിച്ച് അകത്ത് വന്നു വീഴുവാനായിട്ട് ഇടയായി തീർന്നു. വന്ന് വീണത് ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് ശബ്ദം കേട്ടു. ഞാൻ അല്പം ഒന്ന് നൂന്ന സമയത്ത് ഇത് എന്റെ കാറിലോട്ട് വീഴില്ലായെങ്കിൽ ഒരു ചാക്കില് വാരി കെട്ടിക്കൊണ്ട് വരാവുന്ന രൂപത്തിൽ ആകുമായിരുന്നു എന്റെ ശരീരം. എന്നാല് ദൈവം എന്നെ മരണത്തിൽ ഏൽപ്പിക്കുന്നില്ലെന്ന് പറഞ്ഞ ദൈവത്തിന്റെ വാഗ്ദത്തം എന്നെ കൊണ്ട് ദൈവത്തിന് വീണ്ടും ഉപയോഗമുള്ളതുകൊണ്ടായിരിക്കാം എന്റെ കാല് ആ നിൽക്കുന്ന സമയത്ത് തന്നെ ഒരു കാല് പൂർണ്ണമായിട്ടും മുട്ടിന് താഴെ ഒരു 6 ഇഞ്ചിന് താഴെ പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുവാൻ ഇടയായി തീർന്നു. രണ്ടാമത്തെ കാല് ഇടത്തെ കാല് അതിന്റെ പാദം മുട്ടിന് താഴെ ഒരു 8-9 ഇഞ്ചോളം മുകളിൽ വരെയുള്ള എല്ലുകളും ഇതെല്ലാം പൊട്ടി പാദമൊക്കെ 2-3 ഇങ്ങനെ വിടിച്ചു കീറി അങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ അങ്ങനെ ആവാൻ ഇടയായി തീർന്നു. ഞാൻ ഇരിക്കുന്നിടത്തുനിന്ന് എഴുന്നേൽക്കാനോ അല്ലെങ്കിൽ ഒന്നും പറ്റാത്ത ഒരു സാഹചര്യത്തിനായി. പക്ഷെ ഇത് സംഭവിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം ഞാൻ കണ്ടു, അതിന്റെ കീഴിൽ ഇങ്ങനെ ഉരുണ്ട് ചതഞ്ഞു പോകുന്നതായിട്ട് ഞാൻ കണ്ടു. എന്നാല് ഹല്ലേലൂയ, എന്തോ ദൈവം എനിക്ക് അന്നേരം ധൈര്യം തന്നു എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ചില ദിവസങ്ങൾ ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന അവസരത്തില് ഞാൻ ഒരു ദർശനം എനിക്ക് ദൈവം തന്നു. ആ മോശ ഓരോരു ആ കത്തുന്ന മുൾപ്പടർപ്പിൽ ഇങ്ങനെ ദൈവത്തോട് സംസാരിക്കുന്നതായിട്ട്. പക്ഷെ ആ മുൾപ്പടർപ്പ് ഹല്ലേലൂയ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടായിരിക്കാം, എന്തെങ്കിലും വലിയ ശോധന വരുന്നുണ്ടായിരിക്കാം, ഞാൻ പ്രാർത്ഥിച്ചതിന് വേണ്ടി. പക്ഷെ അത് എനിക്കാണെന്നുള്ള വിവരമോ എനിക്കന്ന് അറിയില്ലായിരുന്നു. ദൈവത്തിന്റെ ഹല്ലേലൂയ ഒരു വലിയ കരുതല് സ്തോത്രം അനുഭവിക്കേണ്ടേ തീർന്നു. ഞാൻ ബോധം കെടുവോ അല്ലെങ്കിൽ മറ്റ് ഇതൊന്നും എനിക്ക് സംഭവിച്ചില്ല. പെട്ടെന്ന് ഹല്ലേലൂയ നിയമവിരുദ്ധമായിട്ട്
കമ്പനിക്കാരന്റെ എന്റെ വിവരം അറിയിച്ചു. നിയമവിരുദ്ധമായിട്ട് അവരെന്നെ അവരുടേതായ വാഹനത്തിൽ കയറ്റി ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് കസ്റ്റഡി ചെയ്ത് നാട്ടിൽ വിടുവാനുള്ള കാര്യങ്ങൾ അവർ ക്രമീകരിച്ചു. അതൊരു ഇന്ത്യൻ കമ്പനിയായിരുന്നു. അതിന്റെ സ്പോൺസർ അവിടുത്തെ ഒരു വലിയ ഉന്നതമായ ഒരു പോലീസ് ഓഫീസറാണ്. ഇദ്ദേഹം പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ക്രമീകരിച്ച് എന്നെ വിടാനാണ്. പക്ഷെ ദൈവം ഹല്ലേലൂയ, ഞങ്ങള് ആ വണ്ടിയെ എന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുമ്പോൾ പെട്ടെന്ന് ട്രാഫിക് ഫുള്ള് ബ്ലോക്കായിട്ട് വണ്ടി ഏതാണ്ട് 20-25 മിനിറ്റോളം ആ ബ്ലോക്കിൽ വണ്ടി കിടന്നു. അപ്പോൾ ഡ്രൈവർ പറഞ്ഞു, ഏതെങ്കിലും കാരണവശാൽ പോലീസ് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജോലി നഷ്ടപ്പെടും, എന്റെ ലൈസൻസ് കട്ടാവുന്നതുകൊണ്ട് ഞാന് പോകുവാണെന്ന് പറഞ്ഞ ആ റോഡില് വണ്ടി ഇട്ടിട്ട് ആ ഡ്രൈവർ പോകാനിടയായി തീർന്നു. പെട്ടെന്ന് അവർ വിളിച്ചു പറഞ്ഞു, ലേബർ ഓഫീസറും സൂപ്പർവൈസറും ഒക്കെ ഉണ്ടായിരുന്നു. അവർ വിളിച്ചു പറഞ്ഞു, കമ്പനിയിൽ നിന്നും ഫോൺ ചെയ്തു. ആംബുലൻസ് 2 ആംബുലൻസ് വന്നു. എയർ ആംബുലൻസും റോഡിൽ കൂടി ഒരു ആംബുലൻസ് വന്നു. അങ്ങനെ റോഡിൽ വന്ന ആംബുലൻസ് ഓപ്പോസിറ്റിൽ വന്ന ആംബുലൻസ് ആ സൈഡിൽ നിർത്തിയിട്ട് എന്നെ ഇവിടുന്ന് അവർ എടുത്ത് ആ ആംബുലൻസ് കൊണ്ട് കിടത്തി. എന്നിട്ട് അതിലുണ്ടായിരുന്ന ആളുകളെ 3 പേരെ അവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. എന്നിട്ട് പോലീസുകാർ തന്നെ വണ്ടിയെല്ലാം സൈഡിലോട്ട് മാറ്റിയിട്ടു. അതിനുശേഷം ഞാൻ ആംബുലൻസിൽ കയറി കഴിഞ്ഞപ്പോൾ ഇവര് ആ ഡോക്ടർ പോലീസ് സർജന് കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ ഞാൻ നല്ലപോലെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ആ പ്രാർത്ഥനയുടെ ശബ്ദം കേട്ടിട്ട് ഹല്ലേലൂയ എന്നോട് ചോദിച്ചു, നിങ്ങൾ മലയാളിയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ മലയാളിയാണെന്ന് പറഞ്ഞു. വിശ്വാസിയാണെന്ന് ചോദിച്ചു. ഞാൻ വിശ്വാസിയാണെന്ന് പറഞ്ഞു. കോട്ടയം പിറകത്തുള്ള ഒരു മലയാളി ഡോക്ടറായിരുന്നു ആ പോലീസ് സർജനായിട്ട് വന്നത്. ദൈവത്തിന്റെ പദ്ധതി എത്ര ശ്രേഷ്ഠമാണെന്ന് ഞാൻ അന്നൊക്കെ തിരിച്ചറിയാൻ ഇടയായി തീർന്നു. ആ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഒരു കാല് ഒന്നും ഇല്ല, അതുകൊണ്ട് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട. രണ്ടാമത്തെ കാല് ഹല്ലേലൂയ ഒരു കുറച്ചെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്ക്, ഞാൻ ഡോക്ടറോട് പറയാം. ഹല്ലേലൂയ എന്തെങ്കിലും നിവർത്തി ഉണ്ടെങ്കിൽ ഡോക്ടറെ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നതിന് ശേഷം അവർക്ക് ഹോസ്പിറ്റലിനകത്ത് വരാനോ മറ്റു കാര്യം ചെയ്യണമെന്നുള്ള പെർമിഷൻ ഇല്ലെങ്കിലും ആ ഡോക്ടർ അവിടെ കടന്നു വന്നു. ഹല്ലേലൂയ ബോംബെയിലുള്ള ഒരു ഇന്ത്യക്കാരി ഡോക്ടറെ കണ്ട് എന്നിട്ട് അവരോട് പറഞ്ഞു, ഡോക്ടർ എങ്ങനെയെങ്കിലും ഈ ഒരു കാല് അദ്ദേഹത്തിന് മടക്കി കൊടുക്കണമെന്ന് പറയാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ അവരൊന്ന് നോക്കിച്ച് പറഞ്ഞു, ഞാൻ തന്നെ അറ്റൻഡ് ചെയ്യാം ഈ കേസ്, എന്നിട്ട് ഞാൻ എന്നാൽ കഴിയുന്നിടത്തോളം ഞാൻ പരിശ്രമിക്കാമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ ഈ ഡോക്ടർ എന്നോട് യാത്ര പറഞ്ഞു മടങ്ങിപ്പോയി. അതിനുശേഷം നീണ്ട മണിക്കൂറുകളത്തെ ഓപ്പറേഷൻ സ്റ്റേഷൻ ഇപ്പോഴും ആ കാലിന്റെ പാദത്തിലൊക്കെ ഒരു ഫൈബർ നോട്ടുള്ള സാധനമൊക്കെ ഇട്ട് അവര് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സൈഡിലെ ഇതെല്ലാം കമ്പിയൊക്കെ ഇട്ടൊക്കെ ഫിറ്റ് ചെയ്തു. അവരെന്നെ ഇത് ചെയ്ത് 3-ാമത്തെ ദിവസം ആ ബോംബെക്കാരി ഡോക്ടർ എന്റെ അടുക്ക് വന്ന് നോക്കിച്ച് പറഞ്ഞു, ഇത് നിങ്ങൾ നടക്കാൻ പറ്റും, കാരണം നടക്കാൻ പറ്റും എന്ന് പറഞ്ഞു. എന്നെ ആശ്വസിപ്പിച്ചിട്ട് പോകാൻ ഇടയായി തീർന്നു. 4 ദിവസത്തേക്ക് എന്റെ വീട്ടിലോ അല്ലെങ്കിൽ മറ്റാർക്കുമോ ഇങ്ങനെ സംഭവത്തെ പറ്റി അറിയില്ലായിരുന്നു. കാരണം എന്റെ ഒരു ഫോണുണ്ട്, അതില് സ്തോത്രം ഹല്ലേലൂയ എനിക്കത് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ തന്നുവെങ്കിലും അതിനകത്തില് ചാർജ് ഇല്ലായിരുന്നു, അതിനകത്ത് കറൻസി ഇല്ലായിരുന്നു, ഒന്നുമില്ലാത്തത് വെറുതെ ഒരു ഫോണായിട്ട് കയ്യിൽ വെച്ചിരുന്നു. അത്ര മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ അങ്ങനെ ഞാനായിരിക്കുമ്പോൾ ഒരുപാട് ഞാന് ഭാരപ്പെട്ടു. ഒരു ഗ്ലാസ് വെള്ളം എടുത്താൻ ആരുമില്ല. എന്റെ കൂടെ ജോലി ചെയ്യുന്ന ആരെങ്കിലും എന്നെ കാണാൻ വരാനുള്ള അവർ പെർമിഷൻ കൊടുക്കാറില്ല. കമ്പനിയിൽ നിന്ന് ആരോ ഒരാള് വരും, ഡോക്ടറുമായിട്ട് സംസാരിക്കും, ഇന്ന് എന്തെങ്കിലും വന്നിച്ച് എന്തെങ്കിലും വെള്ളം ചോദിക്കും, തിരിച്ചു പോകും. ആ ഒരു അവസ്ഥയോട് ഞാൻ ചില ദിവസങ്ങള് ആ ഹോസ്പിറ്റലിൽ ഞാൻ കിടക്കാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ അങ്ങനെ ഇരിക്കുമ്പോൾ 13-ാമത്തെ ദിവസം വീണ്ടും ഹല്ലേലൂയ ഇവര് എന്നെ അവിടെ ഡിസ്ചാർജ് ചെയ്യുവാനായിട്ടുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചു. ഡോക്ടറുടെ ചെന്ന് സംസാരിച്ചു. ഹല്ലേലൂയ ഡിസ്ചാർജ് സമയം എഴുതി അവർ സൈൻ ചെയ്യിപ്പിച്ചു. പിറ്റേ ദിവസം എന്നെ അവിടുന്ന് ഡിസ്ചാർജ് 13-ാമത്തെ ദിവസം 14-ാമത്തെ ദിവസം എന്നെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുകയാണ്. ഇന്ന് ആ റഷീദ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്ന ദുബായ് റഷീദ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്ന ഒരു നേഴ്സ് എന്നോട് ആരുമില്ലാത്തതുകൊണ്ട് എന്നോട് ആ നേഴ്സിന് ഒത്തിരി കരുണയായിരുന്നു. കാരണം ആ നേഴ്സും ഒരു വിശ്വാസിയായിരുന്നു. ഷാർജ വർഷിപ്പ് സെന്ററിലെ ഒരു വിശ്വാസിയായിരുന്നു ആ നേഴ്സ്. എന്നോട് ഒത്തിരി കാര്യങ്ങൾ പറയുമായിരുന്നു. ഇടയ്ക്ക് വന്ന് വർത്തമാനം പറയുമ്പോൾ എന്നോട് പറഞ്ഞു, നാളെ വൈകിട്ട് നിങ്ങളെ ഇവിടുന്ന് ഡിസ്ചാർജ് കൊണ്ടുപോവുക, അടുത്ത ദിവസം നിങ്ങൾക്ക് ഇവിടുന്ന് ഫ്ലൈറ്റിൽ അവരുടെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് ആരെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ അറിയിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ആരെ അറിയിക്കാനോ, എനിക്ക് അറിയിക്കാൻ ഒരു മാർഗവുമില്ല. പറഞ്ഞു. എന്നിട്ട് അങ്ങനെ ആ
രാത്രിയില് ആമി വീണ്ടും ഇതുപോലെ എനിക്ക് ഉറക്കം വരാത്ത ഒരു രാത്രിയായിരുന്നു. രാത്രി ഒരുപാട് ഞാൻ ആമി ഭാരപ്പെട്ടു, വേദനിച്ചു. എന്നെ കൈവിട്ടോ ആമി എന്നൊക്കെ ഞാൻ ചോദ്യങ്ങളൊക്കെ ഒരുപാട് ഞാൻ ചോദിച്ചു. ആമീൻ ഹല്ലേലൂയ. ഏതോ സമയത്ത് ഞാൻ ആമീൻ ഈ പ്ലാസ്റ്റർ കിട്ടുന്ന കാലൊക്കെ ഞാൻ മുട്ടുകാരെ മടക്കി ഞാൻ ബെഡിൽ ഇരുന്നുകൊണ്ട് ഞാൻ എനിക്കറിയാം എന്റെ കാല് കരയുന്നുണ്ട്, രക്തം ഒഴുകുന്നുണ്ടെന്നൊക്കെ എനിക്ക് അറിയാമായിരുന്നു. എന്നാൽ എനിക്ക് ആശ്രയിക്കാനോ അല്ലെങ്കിൽ എനിക്കൊന്ന് സഹായത്തിനോ മറ്റാരുമില്ലാത്ത ഒരു സാഹചര്യം വരുന്നതുകൊണ്ട് ഞാനതൊന്നും ഓർമ്മിക്കാതെ ഞാൻ ആവശ്യത്തിൽ പ്രാർത്ഥിച്ച അവസാനം അവൻ ആ നേഴ്സ് കണ്ടിട്ട് എന്നെ വന്ന് ഒത്തിരി വഴക്ക് പറഞ്ഞു. എന്നിട്ട് എന്റെ വീട്ടിൽ ഹല്ലേലൂയ അതൊക്കെ ഡ്രസ്സിംഗ് ചെയ്തു. അവരെന്നെ കിടത്താൻ ഇടയായി തീർന്നു. പിറ്റേ ദിവസം പകല് അവൻ സ്തോത്രം ഹല്ലേലൂയ അവർ തന്ന ഭക്ഷണങ്ങളോ വെള്ളമോ അവൻ കോഫി ഒന്നും കുടിക്കാതെ അവൻ സ്തോത്രം ഹല്ലേലൂയ അവൻ ഒരു തീർന്ന മനസ്സോട് അവൻ ഹല്ലേലൂയ അവൻ ഞാൻ ആ കിടക്കലായിരുന്നു. അവൻ ശിശു പറഞ്ഞതുപോലെ അവൻ ഹൃദയം തുറങ്ങിയവർക്ക് അസമീപസ്ഥൻ മനസ്സ് തകർന്ന് വിടിയിക്കുന്ന ദൈവത്തിന്റെ വചനം പോലെ അവൻ സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവൻ നാം ആഗ്രഹിക്കുന്ന വഴിയല്ല ദൈവത്തിന്റെ വഴിയെന്ന് എനിക്ക് മനസ്സിലായത്. അവൻ ഹല്ലേലൂയ ഏതെങ്കിലും ഒരു വ്യക്തി എന്നെ സഹായിക്കാൻ കടന്നു വരുമെന്ന് ഞാൻ ചിന്തിച്ചു. അവൻ ഒന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ടു. ഞാൻ ദൈവത്തോട് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഞാൻ വളരെ ഭാരത്തോടെ അവനോട് ആയിരിക്കുമ്പോൾ അവൻ അന്ന് ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞപ്പോൾ അവൻ ഒരു വ്യക്തി ആശുപത്രിയിൽ കടന്നു വന്നു. ഹല്ലേലൂയ ആ മനുഷ്യൻ കടന്നു വന്നിട്ട് അവൻ ഞാൻ കിടക്കുന്ന ബെഡിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും 2-3 പ്രാവശ്യം യാത്ര ഞാൻ പെട്ടെന്ന് ഒന്ന് തലമുക്കി നോക്കിയപ്പോൾ ചന്ദനക്കുരയൊക്കെ ഇട്ട് സിന്ദൂര പൊട്ടൊക്കെ തൊട്ട ഒരു മനുഷ്യനാ, വളരെ ആചാരമാവുക ഒരു മനുഷ്യൻ. അവൻ സ്തോത്രം ഹല്ലേലൂയ. ഞാൻ ഒന്നുകൂടി ആ മനുഷ്യൻ സൂക്ഷിച്ചു നോക്കിയപ്പോഴേ അദ്ദേഹം ഹല്ലേലൂയ എന്റെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ഞാൻ എന്ത് സഹായം ചെയ്ത് തരേണ്ടതെന്ന്. അവൻ സ്തോത്രം ഹല്ലേലൂയ. ഞാൻ അന്ന് പരിശുദ്ധ ഓടി പൊട്ടിക്കരഞ്ഞു പോയി. ആമീൻ ഹല്ലേലൂയ സ്തോത്രം. കാരണം ആമീൻ ഹല്ലേലൂയ അവൻ ഒരു മരിക്കാൻ കിടക്കുന്ന വ്യക്തിക്ക് ഒരു കച്ചിത്തിരിപ്പെന്ന് പറഞ്ഞതുപോലെ ആ വ്യക്തി എന്റെ വന്ന് അവൻ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്റെ വിഷയങ്ങൾ ഇങ്ങനെയൊക്കെയാ. എന്നോട് പറഞ്ഞു സ്തോത്രം ഹല്ലേലൂയ നിങ്ങളെ ഒരിക്കലും ആരും ഇവിടുന്ന് കൊണ്ടുപോകത്തില്ല. ആമീൻ ഹല്ലേലൂയ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈശ്വരനോ എന്നെ ഇവിടേക്ക് അയച്ചതെന്ന്. ആമീൻ സ്തോത്രം ഹല്ലേലൂയ. ആമീൻ അദ്ദേഹത്തിന്റെ ഭാഷ അദ്ദേഹം പറഞ്ഞെങ്കിലും എനിക്ക് മനസ്സിലായി ദൈവാത്മാവിന്റെ ഇടപെടലാണെന്ന്. അവൻ അവിടുന്ന് എന്നോട് സംസാരിച്ചിട്ട് അവൻ ഹല്ലേലൂയ എന്നോട് പറഞ്ഞു, എന്റെ പേര് അവൻ VP പിള്ള എന്നോ. അവൻ സ്തോത്രം ഹല്ലേലൂയ. എന്നോട് ചോദിച്ചു, നിങ്ങളുടെ എന്തെങ്കിലും ഐഡന്റിറ്റി കാർഡ് വല്ലതും ഉണ്ടോ? അവൻ എന്റെ ഒന്നുമില്ല, എല്ലാ കമ്പനിക്കാരും എടുത്തിരിക്കുക, ഒരു പാസ്പോർട്ടിന്റെ കോപ്പി മാത്രം ആരെങ്കിലും ചോദിച്ചാൽ കൊടുക്കുന്ന എന്നെ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ പാസ്പോർട്ട് കോപ്പി ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ അത് വായിച്ചു നോക്കി എന്നോട് ചോദിച്ചു, നിങ്ങളുടെ ഏത് നാട്ടുകാരനാ? ഞാൻ പറഞ്ഞു ഞാൻ ജനിച്ചത് കായംകുളത്താ. അവൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ കരിമട്ടത്തുകാരനാ. എന്റെ വീട്ടിൽ നിന്നും അവൻ 2 കിലോമീറ്റർ അപ്പുറത്താണ് ഈ വന്ന ഇദ്ദേഹത്തിന്റെ വീട്. അദ്ദേഹത്തിന്റെ അനന്തരവനും ഞങ്ങളുടെ മകനും ഞാനും ക്ലാസ്മേറ്റ് ആയിരുന്നു. 10ാം ക്ലാസ് വരെ ഞങ്ങള് ഒരുമിച്ച് പഠിച്ചതാ. സ്തോത്രം ഹല്ലേലൂയ. ദൈവം ഒരുക്കിയ വഴി ഒത്തിരി ശ്രേഷ്ഠമായിരുന്നു. അത് എന്നോട് പറഞ്ഞു, ആമീൻ ഹല്ലേലൂയ ഇനിയും നിങ്ങളൊന്നും പേടിക്കണ്ട, നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. ഒരു വലിയ കൂട്ടം ജനം നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അതേ അവിടെ നിന്നുണ്ട് ആമീൻ വാല്യൂ ഓഫ് ലവ് എന്ന് പറഞ്ഞ ഒരു സംഘടനയ്ക്ക് എന്റെ ഫോട്ടോ എടുത്തു, എന്റെ ഡീറ്റെയിൽസ് എടുത്തു. അതേ വായിക്കുവാൻ ഇടയായി തീർന്നു. എന്റെ പേര് വീട്ടുകാരെല്ലാം ചോദിച്ചു, അതെല്ലാം അയക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആമീൻ സ്തോത്രം ഹല്ലേലൂയ. മണിക്കൂറുകൾക്കുള്ളിൽ ഒരുപാട് പേരുടെ കൂടെ എനിക്ക് വന്നു. എന്നെ പരിചയം എന്റെ അടുത്തുള്ളവര് എന്റെ കൂടെ ഹൈദരാബാദിൽ ജോലി ചെയ്ത ചില വ്യക്തികൾ അവരൊക്കെ ഇത് കാണുവാനും അവരൊക്കെ അവിടെ വരുവാനുമായിട്ട് ഇടയായി തീർന്നു. അടുത്ത ദിവസം ഞാൻ പറഞ്ഞു രാത്രിയില് എന്നെ അവർ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അവർ കൊണ്ടുപോയിക്കട്ടെ. ആമീൻ ഹല്ലേലൂയ. അദ്ദേഹം ഹോസ്പിറ്റലിൽ പോയി നോക്കി, ഡിസ്ചാർജ് സമ്മറിയിൽ ഒപ്പിട്ടത് കൊണ്ട് ഇനി അവിടെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് അവർ കൊണ്ടുപോയിക്കോട്ടെ എന്ന് പറഞ്ഞു. കൊണ്ടുപോകട്ടെ, ഒരു ദിവസം വീണ്ടും സമയമുണ്ട്, നാളെ രാവിലെ ഞങ്ങൾ അവിടെ കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ ആമീൻ സ്തോത്രം ഹല്ലേലൂയ. അദ്ദേഹം ആമീൻ പിറ്റേ ദിവസം രാവിലെ എന്റെ മൊബൈലിലോട്ട് ആമീൻ അദ്ദേഹം ചാർജ് ചെയ്തു തന്നു. ഒരു 5 ദിർഹംസ് എന്റെ മൊബൈലിൽ ചാർജ് ചെയ്ത് എന്നോട് പറഞ്ഞു, എനിക്ക് മിസ് കോൾ അടിക്കണം എന്ന് പറഞ്ഞു. ഞാൻ മിസ് കോൾ അടിച്ചു. അപ്പൊ എന്നെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, ധൈര്യമായിട്ട് പോയിക്കോ, വിഷമിക്കരുത്, ഒന്നുകൊണ്ടും ഭാരപ്പെടരുത് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ കമ്പനിയുടെ ആ ഒരു റൂമിൽ എന്നെ കൊണ്ടുവന്നു, അവിടെ കൊണ്ട് താമസിപ്പിച്ചു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴ് ഇവരെല്ലാരും ഹല്ലേലൂയ പല കാറുകളായിട്ട് ഇവിടെ വന്നു. എന്നിട്ട് ഈ പിള്ള സാറും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തെ കമ്പനിയുടെ MD മലയാളി എന്ന് പറഞ്ഞ ആ വ്യക്തി അവിടെ വന്നു. സ്തോത്രം ഹല്ലേലൂയ. വന്നിട്ട് എന്നെ കാണുവാനോ അയാൾ മറ്റുള്ള പെർമിഷൻ ഒന്നും കൊടുക്കാതിരിക്കുമ്പോൾ ആമീൻ ഹല്ലേലൂയ ഈ മനുഷ്യൻ പറഞ്ഞു, ഈ സജി ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോഴ് താനെ ഒരുപാട്
വൃത്തികെട്ട വാക്കുകൾ, ആമീൻ ഹല്ലേലൂയ, മനുഷ്യൻ കേൾക്കാൻ കഴിയാത്ത ഒത്തിരി വാർത്തകളൊക്കെ ആമീൻ ആ പിള്ള സാറിനെ വിളിച്ചു. അദ്ദേഹം എല്ലാം കേട്ടോണ്ട് സൈലന്റ് വർഷം പോലും മറുപടി അറിയാതെ അവിടെ നിന്നിട്ട് പറഞ്ഞു, ആമീൻ ഈ മലയാളി പുള്ളി പറഞ്ഞത്, ആമീൻ എന്റെ സ്പോൺസർ ആരാണെന്ന് അറിയാമോ? അദ്ദേഹം ഇവിടുത്തെ ഉന്നത പോലീസ് ഓഫീസറാ, അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, ഞാൻ ഇവിടെ വിട്ടുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. ആ സമയത്താണ് അദ്ദേഹം ആദ്യമായിട്ട് പോക്കറ്റിൽ നിന്നും തന്റെ വിസിറ്റിംഗ് കാർഡ് എടുത്ത് ഞങ്ങളുടെ MD കൊടുത്തിച്ച് പറഞ്ഞു, നിന്റെ MD പോയി പറ, VP പിള്ള പറഞ്ഞു സജി ഇവിടെ വിടാൻ പറ്റത്തില്ല എന്ന്. ഈ ദൈവം എനിക്ക് വേണ്ടി അയച്ച മനുഷ്യൻ ദേവായുടെ ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്നു, അത് എനിക്കറിയില്ലായിരുന്നു, ആ കമ്പനിക്കാരൻ അറിയില്ലായിരുന്നു. ആ സ്പോൺസർ ഹല്ലേലൂയ, ആ അറബിയേക്കാള് പിടിപാടുള്ള ഒരു നിയമത്തിന് മുൻപിൽ അറബി ഇദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അറബി കേട്ടേ മതിയാകൂ. അത്ര ഉന്നതനായ ഒരു വ്യക്തിയായിരുന്നു ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയത്. അതിനുശേഷം മറ്റ് പിള്ളസാറ് പറഞ്ഞു, വിടുകയാണെങ്കിൽ വിട്ടോ, പക്ഷെ ഒരു കാര്യം, 1,00,000 ദിർഹംസ് സജിയുടെ കയ്യിൽ ചെക്ക് എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഹാൽ പറഞ്ഞപ്പോൾ പൈസ കൊടുക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചു. ഹല്ലേലൂയ. സുലേഖ കെസീസിലുള്ള സുലേഖ എന്ന ഹോസ്പിറ്റലില് എനിക്ക് അഡ്മിഷൻ, അത് പിള്ളസാറ് മുഖാന്തരം എനിക്ക് അഡ്മിഷൻ എടുത്തു. എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് അവര് ഹല്ലേലൂയ പൈസ അഡ്വാൻസ് ആയിട്ട് കെട്ടി എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തതിനു ശേഷം പിള്ളസാറ് ഹോസ്പിറ്റലിലെ ഡോക്ടറോട് പറഞ്ഞു, മലയാളി ഡോക്ടർമാർ 2 പേരെ അവിടെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ മനുഷ്യൻ ഒരു കാലം നടക്കുന്നത് വരെ ഇവിടെ ഡിസ്ചാർജ് ചെയ്യാൻ പാടില്ല. ഞാൻ അറിയാതെ ആര് എന്ത് പറഞ്ഞാലും ശരി, ഒരു സമ്മർദ്ദത്തിന് വഴങ്ങി നിങ്ങൾ ഡിസ്ചാർജ് ചെയ്യാൻ പാടില്ല എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം ഹല്ലേലൂയ. അങ്ങനെ ഞാനവിടെ അഡ്മിറ്റ് ആയി. ഏകദേശം 2 മാസത്തോളം ഞാൻ അവിടെ അഡ്മിറ്റ് ആയി കിടന്നു. എന്റെ ഒരു കാലില് ഞാൻ നടക്കാൻ ആകുന്നതുവരെ ഒരു ഹല്ലേലൂയ ഇത് പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് ഞാൻ നടക്കത്തക്ക രീതിയിൽ എന്നെ അത്രമാത്രം എനിക്ക് എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്യുവാൻ ഇടയായി തീർന്നു. അവിടെയും എന്നെ ചികിത്സിച്ചത് 2 മലയാളി ഡോക്ടർമാരായിരുന്നു. അതിനുശേഷം ഹല്ലേലൂയ കമ്പനിക്കാർ വന്നു, എന്നെ ഡിസ്ചാർജ് ചെയ്യാൻ വന്നപ്പോൾ പിള്ളസാർ അവിടെ ഉണ്ടായിരുന്നു. അവരോട് പറഞ്ഞു ഡിസ്ചാർജ് ചെയ്യാനായിട്ട്. ഹല്ലേലൂയ, നിങ്ങൾ ഡിസ്ചാർജ് ചെയ്യിച്ചോളാൻ പറഞ്ഞു. ഡിസ്ചാർജ് ചെയ്തു. അതിന്റെ എമൗണ്ട് എല്ലാം കൊടുക്കാനുള്ള എല്ലാം കൊടുത്തു, ബില്ലെല്ലാം സെറ്റിൽ ചെയ്തിട്ട് ഹല്ലേലൂയ അവരുടെ വാഹനത്തിൽ എന്നെ കയറ്റുവാനായിട്ട് പോയപ്പം സാറ് പറഞ്ഞു, നിങ്ങളുടെ വാഹനത്തിലല്ല എന്റെ വാഹനത്തിലാണ് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പിള്ള സാറിന്റെ വാഹനത്തിൽ എന്നെ കയറ്റി എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു വീട്ടില് ഒരു റൂമില് അവിടെ കൊണ്ട് താമസിപ്പിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം 2 ആഴ്ച എനിക്ക് ഫിസിയോതെറപ്പിക്ക് വേണ്ടി എന്നെ കുവൈറ്റ് ഹോസ്പിറ്റലിൽ എന്നെ അയക്കുവാനും ഹല്ലേലൂയ ഫിസിയോതെറപ്പി ഒക്കെ ചെയ്യുവാനും ഒക്കെ ആയിട്ട് ഇടയായി തീർന്നു. അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും പിള്ള സാർ തന്നെയാണ് ചെയ്തത്. വാല്യൂബിൾ ആളുകള് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്ത് പലരും കാണുകയും എല്ലാം ചെയ്യുമായിരുന്നു. അതിനുശേഷമായിട്ട് എന്റെ ഹല്ലേലൂയ എന്റെ വിഷയങ്ങള്, എന്റെ സാമ്പത്തിക വിഷയമൊക്കെ പിള്ള സാറുമായിട്ട് ഞാൻ മറ്റാരുമായിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടില്ലെങ്കിലും പിള്ള സാറിനോട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുമായിരുന്നു. അങ്ങനെ ഹല്ലേലൂയ ചില കാര്യങ്ങളൊക്കെ സാർ എനിക്ക് വേണ്ടി ക്രമീകരിച്ചു. ഇവിടെ ഒരു ലീസിന് വീടെടുക്കാനും മറ്റു ചില കാര്യങ്ങളൊക്കെ ഉള്ള കാര്യങ്ങള് പിള്ള സാറിന് വേണ്ടി ക്രമീകരിച്ചു തന്നു. അതിനുശേഷം ഹല്ലേലൂയ അദ്ദേഹം ഒരു ഡോക്ടറെ വിളിച്ചു. എന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഇതുപോലെ എന്റെ എല്ലാ ഡീറ്റെയിൽസും ആ ഡോക്ടറോട് പറഞ്ഞു. അവര് പെരുമ്പാവൂരുള്ള ഒരു ഡോക്ടർ, ഹസ്ബൻഡും വൈഫും 2 പേരും ഡോക്ടേഴ്സാണ്. അവർക്കും കുട്ടികളൊന്നുമില്ല. അവർ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു വളർന്നതാ. ഉന്നതമായ ശമ്പളമൊക്കെ വാങ്ങിക്കുന്ന 2 പേര്. അവർക്ക് പ്രൈവറ്റ് കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് ഇന്നവർക്കുള്ളവരാ. അവര് കിട്ടുന്ന എമൗണ്ടിന്റെ ഒരു 3/4 ഭാഗവും ഇങ്ങനെയൊക്കെയുള്ള പലർക്കും അവര് സഹായിക്കുന്ന ഒരു സ്വഭാവം അവർക്കുണ്ട്. അതുകൊണ്ട് എന്റെ അഡ്രസ് കൊടുത്തു. അവർ 2 പേരും എന്നെ കാണാൻ വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ബ്രദറിന് എന്തോ വേണ്ടിയത്, നിങ്ങൾക്ക് എന്താ വേണ്ടത് പറ, ഞാൻ ചെയ്തുതരാമെന്ന് പറഞ്ഞു. ഞാൻ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും വേണ്ട, ഞാനൊന്നും ആവശ്യപ്പെടാഞ്ഞതുകൊണ്ട് അവരെന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ബാംഗ്ലൂർ ഒരു വീടും ഒരു സ്ഥലവും വാങ്ങിക്കാനായിട്ട് നിങ്ങൾക്ക് എത്ര പൈസയാകും? ഞാൻ തരാം പൈസ എന്നാ ഡോക്ടർ എന്നോട് പറഞ്ഞു. നിങ്ങൾക്ക് ഞാൻ പൈസ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആവശ്യത്തിന് എന്നോട് നിർബന്ധം, ഞാൻ എനിക്ക് പൈസ വേണ്ട. ഞാൻ എത്ര നിർബന്ധം ഞാൻ പൈസ വാങ്ങിച്ചില്ല. അവസാനം എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്തൊരു മനുഷ്യരാ, നിങ്ങളെ സഹായിക്കാമെന്ന് ഞാൻ പറഞ്ഞു. പിള്ളസാറ് പറഞ്ഞിട്ടാണ് വന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി എന്താ ആഗ്രഹം എന്ന് ചോദിച്ചു. ഞാൻ പറയും, എനിക്ക് വന്നതുപോലെ എനിക്ക് തിരിച്ചു പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, അതല്ല എനിക്ക് മറ്റൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ നടന്നു പോകാനുള്ള ഒരു ആഗ്രഹം ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്നോട് അവർ പോയി. 2ാമത്തെ ദിവസം തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു, ഒറ്റയ്ക്ക് യാത്ര എനിക്ക് പേടിയുടെ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവര് എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. അവര് ഡൽഹിയിൽ നിന്ന് രാജസ്ഥാനും ഭോപ്പാൽ, അങ്ങനെ ജയ്പൂര്, അങ്ങനെ
ടിക്കറ്റുകളെല്ലാം ക്രമീകരിച്ചു. അവിടെ താമസിക്കാനുള്ള ഒരു 5 സ്റ്റാർ ഹോട്ടല്, അതിന്റെ താഴത്തെ ഫ്ലോറിൽ എനിക്ക് വേണ്ടി റൂം, ഒരു ഡ്രൈവർ, ഒരു കാറ്, എല്ലാ കാര്യങ്ങളും ഡോക്ടർ അവിടെ ക്രമീകരിച്ചു. എന്നിട്ട് എന്നെ അവിടുന്ന് അവര് യാത്രയാക്കാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഞാന് ഡൽഹി വന്നു. അവിടുന്ന് അമിസ്തോത്രം ജയ്പൂരിൽ പോയി ഒരാഴ്ച അവർ ആ ഡ്രസ്സിംഗ് ഒക്കെ ചെയ്യണമെന്ന് വീണ്ടും. കാര്യം അത് ഒരുപാട് കുറച്ച് പഴക്കണം. ഈ മുറിവെല്ലാം ഒന്ന് ശരിയായിട്ട് അത് ടൈറ്റ് ആയെങ്കിൽ മാത്രം കാൽ വെക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കാര്യങ്ങളൊക്കെ അവർ ക്രമീകരിച്ചു. ആ 2 ആഴ്ച ഞാനവിടെ താമസിക്കുകയും എന്റെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു. അവസാനം എന്റെ കാലൊക്കെ വെച്ച് ഞാൻ അവിടുന്ന് ബാംഗ്ലൂരിൽ വരുന്നവരെയുള്ളതായ എല്ലാ കാര്യങ്ങളും ആ ഡോക്ടറുടെ വൈകും കൂടെ ക്രമീകരിച്ച് അങ്ങനെ ഈ ബാംഗ്ലൂരിൽ വരാൻ ഇടയായി തീർന്നു. വന്ന് ഹല്ലേലൂയ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ താമസിച്ചിരുന്ന വീട്, കാര്യം അന്നും എനിക്ക് ഒന്നാമത് കൂടി യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. അതിലൂടെ എനിക്ക് പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും പറ്റാത്ത ഒരു അനുഭവം ആയതുകൊണ്ട്, ഒരു സാഹചര്യം ആയതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എനിക്ക് ബൈബിളോജി പോയി പഠിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. എന്നാൽ അതൊന്നും ഇല്ലാതെ ഞാൻ ഇങ്ങനെ ആയിരുന്നു. എന്നാൽ അല്പമായ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും പഴയ കമ്പനിയിൽ ഞാൻ ജോലിക്ക് വേണ്ടി പോകാനിടയായി തീർന്നു. കാര്യം ജോലി എന്ന് പറഞ്ഞാൽ എനിക്ക് വാഹനത്തിൽ യാത്ര ചെയ്യാൻ മാത്രം മതി. ഒരു ഓട്ടോ ഉണ്ട്, അതേ പോവുക, കാര്യങ്ങൾ മാർക്കറ്റിൽ പോവുക, സാധനം കൊണ്ടുവരിക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ക്രമീകരിച്ച് തന്നു. അങ്ങനെ ഞാൻ പോകുമ്പോഴാണ് ഒരു ദേവദാസന് അങ്ങനെ അവിടെ വെച്ച് ഞാൻ ഒരു ചർച്ചിൽ ഞാൻ പ്രയറിന് വേണ്ടി പോയതാ. ആ ഉപാസന നടക്കുമ്പോൾ അവിടെ നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് വന്ന ഒരു ദേവദാസൻ, ആ ദേവദാസനെ ശുശ്രൂഷയ്ക്ക് എഴുന്നേറ്റ് ആദ്യമേ എന്റെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ ഞാനൊരു ദർശനം ഞാൻ അച്ഛനെ കുട്ടി കാണുന്നു. ഞാനിവിടെ വന്നപ്പോൾ പോലെ അത് തന്നെയാണ് കാണുന്നത്. ഇനിയും ഞാനത് പറഞ്ഞില്ലെങ്കിൽ ശരിയാകത്തില്ല, പറയാൻ എനിക്ക് ഭയങ്കര ഭയമാകുന്നു പറഞ്ഞു. എന്നിട്ട് എന്റെ കുറിച്ച് പറഞ്ഞു, 3 പ്രാവശ്യം മരണത്തിൽ നിങ്ങൾ വിടുവിച്ചതാണ്. ഇനിയും എന്റെ വാക്കനുസരിച്ച് ഇല്ലായെങ്കിൽ ഈ ബാംഗ്ലൂർ പട്ടണത്തിൽ നിങ്ങൾ ഇടഞ്ഞു നടക്കണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അന്ന് ഞാൻ ആദിവാസിയെ സമർപ്പിച്ചു, പ്രാർത്ഥിച്ചു. തുടർന്ന് ബൈബിൾ കോളേജിൽ പഠിക്കണം, അതെനിക്ക് പറ്റുന്നില്ല. എവിടെയാ ബൈബിൾ കോളേജ് അറിയില്ല. SMSലൊക്കെ പോകണമെന്നതില് വലിയ എമൗണ്ട് കൊടുക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ താമസിച്ചത് വീട് പൊളിക്കുവാനുള്ള കാര്യങ്ങള് ഞാൻ റോഡിന്റെ സൈഡിലായിരുന്നു. അത് ഗവൺമെന്റ് വന്ന് അളക്കാൻ പോകുന്നു, അത് പൊളിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ ലീസിന്റെ പൈസ വാങ്ങിച്ചുകൊണ്ട് ഞങ്ങള് മറ്റൊരു വീട് ഞങ്ങള് എടുത്തു. കുറച്ച് അകത്തോട്ട് മാറി. അതൊരു വിശ്വാസികളുടെ വീടായിരുന്നു. അപ്പൊ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഒന്നും ചെയ്യാനില്ല, മറ്റേ റോഡിൽ നോക്കി നിൽക്കുവായിരുന്നു അല്പസമയം. അന്ന് ഒന്നും പറ്റാത്തതുകൊണ്ട് ഗേറ്റിലെ പിടിച്ചു നിൽക്കുമ്പോൾ ഒരു സഹോദരി അടുത്ത വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, എന്താ ചെയ്യുക? നമ്മളൊന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ വെറുതെ ഇരിക്കുക. എന്നാ പിന്നെ ആ കോളേജിൽ പോയി പഠിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ഏത് കോളേജ്? ഇവിടെ കാണുന്ന ബൈബിൾ കോളേജാ, അവിടെ പോയി പഠിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അന്വേഷിക്കാനായിട്ട് ബൈബിൾ കോളേജിൽ പോയിട്ട് അന്വേഷിക്കാനായിട്ട് പോകുമ്പോഴന്ന് ഇവിടുത്തെ IPCയുടെ സ്ഥാപകനായ TT ജോസഫ് അപ്പച്ചനായിരുന്നു അവിടുത്തെ അന്ന് പ്രിൻസിപ്പാളായിട്ടിരുന്നത്. അപ്പച്ചനോട് ചോദിച്ചു, നിനക്ക് ദൈവവിളി ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉണ്ട് അപ്പച്ചാന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു, ദൈവനോട് സംസാരിച്ചാന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് എന്നാ കയറിയിരിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ നാളെ വരാം, ഞാൻ ബുക്കും പേനായും ബൈബിളും ഒന്നും കൊണ്ടുവന്നില്ല, ഒക്കെ നാളെ കൊണ്ടുവന്നു, ഇപ്പൊ നീ കയറിയിരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു ഇതുമില്ലാതെ ഞാൻ ബൈബിൾ കോളേജിൽ കയറിയിരുന്നു. 2 വർഷം ഞാൻ അവിടെ പഠിച്ചിട്ട് ഇറങ്ങുന്ന സമയത്ത് എന്നോട് അവിടെ ഞങ്ങളുടെ വാർഡൻ ഒരു വിൽസൺ എന്ന് പറഞ്ഞ ഒരു ദേവദാസന് എന്നോട് പറയാം, അങ്കിളെ ഞാൻ ആദ്യമായിട്ട് അവരോട് ഞാൻ ദൂത് പറയുന്നത്, അങ്കിള് നാളെ എക്സാം കഴിയുമ്പോൾ ഒരു വിളി അങ്കിള് വരും, അങ്കിൾ അവരുടെ കൂടെ വില്ലേജ് പോകണമെന്ന് പറഞ്ഞു. ഞാൻ എനിക്ക് കന്നഡ അറിയത്തില്ല, ഞാൻ പിന്നെ എങ്ങനെ പോകും എന്ന് ഞാൻ മനസ്സിലിങ്ങനെ ചിന്തിച്ചു. പാസ്റ്റർക്ക് അറിയാം എന്നെ. ഞാൻ ചിന്തിച്ചു, വീട്ടിൽ വന്നു. എന്റെ ലാസ്റ്റ് എക്സാം കഴിഞ്ഞു, എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് പോകുമ്പോൾ ഒരു കന്നഡത്തുകാരൻ പയ്യനെടുത്ത് വന്നിച്ച് പറഞ്ഞു, അങ്കിളെ എല്ലാവരും കൊച്ചു പിള്ളേരാ, ഞാൻ മാത്രമേ ഉള്ളായിരുന്നു അന്ന് പ്രായമുള്ളത്. അപ്പൊ എന്നോട് പറഞ്ഞു, അങ്കിളെ എന്റെ വീട്ടിൽ ആരും രക്ഷിക്കപ്പെട്ടിട്ടില്ല, അങ്കിളെ ഒന്നൊന്ന് സാക്ഷ്യം പറയണം, ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. എത്ര ദൂരമുണ്ട്? ഇപ്പൊ എന്നോട് പറഞ്ഞു, പിന്നെ ഒരു 20 കിലോമീറ്റർ കാണുമെന്ന് പറഞ്ഞു. അപ്പം ഇതിനിടയ്ക്ക് ഞാൻ പറയാൻ വിട്ടുപോയ കാര്യം, ഹല്ലേലൂയ, ഞാന് ഗൾഫിൽ നിന്നും ഇതെല്ലാം കഴിഞ്ഞ് നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് കേസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്ക് എന്റെ കേസ് പെട്ടെന്ന് തന്നെ പിള്ളസാറ് ഇടപെട്ടിട്ട് അത് ഫൈനലായി. ഒരു വർഷത്തിന് മുൻപ് തന്നെ ആ കേസുകാരെല്ലാം ക്രമീകരിച്ചു. എനിക്ക് കുറച്ച് എമൗണ്ട് ഒക്കെ വന്നു.
അതെല്ലാം ഞാൻ ഒരു സൈറ്റ് ബാംഗ്ലൂരിലെ കുറച്ച് വില്ലേജിലോട്ട് മാറി ഞാനിപ്പോ താമസിക്കുന്ന ആ വില്ലേജിനകത്തില് ഒരു സൈറ്റ് ഒക്കെ വാങ്ങിച്ചു. അതിനുള്ള പൈസ എനിക്ക് കിട്ടിയായിരുന്നു. പിന്നെ ഒരു ലീസിന് നല്ല വീട് എടുക്കാനായിട്ട് ദൈവം എനിക്ക് കൃപ തന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ബൈബിൾ കോളേജ് പഠിക്കാനൊക്കെ ആയിട്ട് എനിക്ക് ദൈവം സഹായിക്കുന്നത്. അന്ന് ഞാൻ ആ പ്രിയ ദേവദാസന്റെ കൂടെ ഞാൻ അവരുടെ വീട്ടിലേക്ക് ഞാൻ കടന്നുപോയി. എനിക്കൊരു സ്കൂട്ടർ ഉണ്ടായിരുന്നു. ഞാൻ ആ സ്കൂട്ടറിൽ യാത്ര ചെയ്തു. ഏതാണ്ട് 48 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചിട്ടും ആ വീട് എത്തിയില്ല. സ്കൂട്ടർ എന്ന് പറയുന്നത് സാധാരണ സ്കൂട്ടർ ആണോ അതോ നമ്മുടെ ഇങ്ങനെ വയ്യാത്തവർ ഓടിക്കുന്ന അങ്ങനത്തെ സ്കൂട്ടർ? സാധാരണ സ്കൂട്ടർ. അതെ, ഈ കാര്യം കൊണ്ട് സാധാരണ സ്കൂട്ടർ ഓടിക്കാൻ പറ്റുമോ? ഞാൻ ഇവിടെ വന്നു ഈ ആക്സിഡന്റ് ആയതിനു ശേഷം ഞാൻ സ്കൂട്ടർ പഠിച്ചത്. അതിന് മുൻപ് സ്കൂട്ടർ ഉണ്ടായിരുന്നു, ഞാൻ സ്കൂട്ടർ ഓടിച്ചിട്ടുമില്ല. അന്ന് എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, അച്ഛാ സ്കൂട്ടർ വാങ്ങിക്ക്, ഞാൻ ഓടിക്കാന്ന് പറഞ്ഞു. അച്ഛൻ പുറകെ മതി എന്ന് പറഞ്ഞു. അങ്ങനെ സ്കൂട്ടർ വാങ്ങിച്ചു. അവൻ പറഞ്ഞു എനിക്ക് പേടി, ഞാൻ ഓടിക്കത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ ആ ദേഷ്യത്തിന് വണ്ടി എടുത്തു ഓടിച്ചു. അത് അങ്ങനെ അങ്ങ് പഠിച്ചു. ഒന്ന് വെപ്പുകാല്, മറ്റേ കാല് പാദമെല്ലാം ഇത്തിരി ഡാമേജാണ്. സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ആ ദേവദാസന്റെ ഭവനത്തിൽ പോയി. എനിക്ക് തെലുങ്ക് അറിയാവുന്നതുകൊണ്ട് തെലുങ്കിലോട്ട് വർത്താനം പറഞ്ഞു. പക്ഷെ പ്രാർത്ഥിക്കാനൊന്നും തെലുങ്കിൽ അറിയില്ല, വചനം പറയാൻ അറിയത്തില്ല. അറിയാവുന്ന പോലൊക്കെ ഞാൻ തെലുങ്കിലോട് സംസാരിച്ചു. പിന്നീട് അവർക്ക് വേണ്ടി ഞാൻ മലയാളത്തിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ തൊട്ട് അടുത്ത വീട്ടിലൊരു സഹോദരി എന്നോട് നിങ്ങൾ പാസ്റ്ററാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ പാസ്റ്ററാ. അത് എന്റെ വീട്ടിൽ പ്രാർത്ഥിച്ചിട്ട് പോകാൻ പറഞ്ഞു. അപ്പം സത്യത്തിൽ എനിക്ക് പേടിയാണ്. അന്ന് ഇവിടെയൊക്കെ പല ഇഷ്യൂസ് ഒക്കെ നടക്കുന്ന സമയം അതുകൊണ്ട് ഞാൻ മടിച്ചു നിന്നെങ്കിലും ഞാൻ പോയി അവരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം ഒരു റൂമും ഒരു കിച്ചണുമാണ്. പക്ഷെ റൂമെന്ന് പറയാൻ പറ്റില്ല, അത് വലിയ അമ്പലം. മുഴുവൻ ഇങ്ങനെ ചതൽപ്പറ്റൊക്കെ ഇങ്ങനെ വായിട്ട് സിന്ദൂരം ഒക്കെ വാരി ചുമന്ന തുണിയൊക്കെ ചുറ്റി ഒരു വല്ലാത്ത ഇതിനകത്തില് ഒരു റൂം. അവിടെ നിന്നു. എന്നിട്ട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം ഒന്നാമത് എനിക്ക് ശരിയായിട്ട് പ്രാർത്ഥിക്കാൻ അറിയില്ല. ഞാൻ പറഞ്ഞു എനിക്ക് മലയാളം മാത്രമേ പ്രാർത്ഥിക്കാൻ അറിയത്തുള്ളൂ. അപ്പൊ എന്നോട് പറഞ്ഞു മലയാളത്തിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാന് മലയാളത്തിൽ പ്രാർത്ഥിച്ചു. അവരോട് തെലുങ്കിൽ ചേർന്ന് വർത്താനം പറഞ്ഞു. ഞാൻ തിരിച്ച് ഞങ്ങളുടെ ഭവനത്തിലേക്ക് ഞാൻ തന്നെ വണ്ടി ഓടിച്ച് ഞങ്ങളുടെ വീട്ടിൽ വന്നു. അടുത്ത ദിവസം എനിക്കൊരു ഫോൺ കോൾ വന്നു. അങ്ങളെ ഇനി എപ്പോഴാണ് അങ്ങനെ സമയം കിട്ടുന്നത്, എന്റെ വീട്ടിൽ വരണം പ്രാർത്ഥിക്കണമെന്ന്. അപ്പം 6 മാസത്തോളമായി അവര് ഉറങ്ങിയിട്ട് 6 മരണം സംഭവിച്ചൊരു വീടാണ്. 6 ആക്സിഡന്റുകൾ. 7ാമത്തെ ആക്സിഡന്റ് അവരുടെ വീട്ടിൽ അവരുടെ മകന് അവര് എപ്പോഴും അവർക്ക് ഇങ്ങനെ എന്തൊരു വിഷയം അവരുടെ വീട്ടിൽ, അത് കഴിയുമ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടാകും, വ്യക്തി മരിക്കും. അങ്ങനെയുള്ള ഒരു വിഷയമായിരുന്നു അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഈ 6 മാസം കഴിഞ്ഞു ഇവർ ഉറങ്ങിയിട്ട്. അപ്പൊ ഈ മകനെ കെട്ടിപ്പിടിച്ചത് ഇവിടുത്തെ കരയുമ്പോഴാണ് എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചതും ഞാൻ പ്രാർത്ഥിച്ചതും. അന്ന് അവര് അമ്മയും മോനും നല്ലപോലെ ഉറങ്ങിയെന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്നെ അവർ വിളിച്ചു. ഞാൻ പിറ്റേ ദിവസം പോയി. പിറ്റേ ശനിയാഴ്ച ഞാൻ വീണ്ടും പോയി. അങ്ങനെ ആ ശനിയാഴ്ച അവിടെ ഒരു പ്രാർത്ഥന ആരംഭിച്ചു. ഏകദേശം 13 പേരോളം സ്നാനപ്പെട്ടു. 10-30 പേര് വരുന്ന ഒരു ചെറിയ കൂട്ടായ്മ അവിടെ ആരംഭിച്ചു. അതിനുശേഷം എന്റെ കൂടെ ഉണ്ടായിരുന്ന ആ പയ്യനോട് ഞാൻ പറഞ്ഞു, അവനത് ഏറ്റെടുത്ത് നടത്തിക്കുമോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്നും വേറൊരു സ്ഥലത്ത് ഞാൻ പോയി. അവിടെയും ദൈവത്തിന്റെ കൃപയാൽ ഒരു ദൈവ വിടുതലും ചിലരുടെ സ്നാനമൊക്കെ നടക്കാൻ ഇടയിൽ തീർന്നു. അതിനുശേഷം അവിടെ ഞാൻ ആ സ്ഥലത്തുണ്ടായിരുന്ന ആ സഹോദരനെ ഏൽപ്പിച്ചിട്ട് ഞാൻ അവിടെ നിന്നും ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ആ ബാവപ്പുര എന്ന് പറയുന്ന വില്ലേജിൽ ഞാൻ പോകാനായിട്ട് ഇടയായി തീർന്നു. അവിടെ ഞാൻ ചില വർഷങ്ങളായിട്ട് പോകുന്നു. പലരോട് സ്നാനപ്പെടാൻ ഇടയായി തീർന്നു. അവിടെ ഇപ്പൊ കഴിഞ്ഞ വർഷം ഒരു ചെറിയ സഭ, ഒരു 60 പേർക്ക് 70 പേർക്ക് ഇരിക്കാവുന്ന ഒരു ചെറിയ സഭ പണിയുവാനായിട്ട് കർത്താവ് ഞങ്ങൾക്ക് കൃപ തന്നു. ആമീൻ, ഹല്ലേലൂയ. ഇതിനിടയ്ക്ക് ഞങ്ങള് കർണാടകയുടെ ഒരുപാട് വില്ലേജുകളിൽ ഞങ്ങള് ഫിലിം ഷോയായിട്ട് പോകുമായിരുന്നു. ജീസസ് എന്നുള്ള പിക്ചറുണ്ട്. ആ ഫിലിം ഷോയുമായിട്ട് ഞങ്ങൾ അനേക വില്ലേജുകൾ കടന്നു പോകും. പല വില്ലേജുകളില് 4 വില്ലേജുകളില് സഭ ഇല്ലാതിരുന്ന വില്ലേജുകളില് ദൈവം സഭ പണിയാനിടയായി തീർന്നു. അവിടെ ഒത്തിരി പേര് അവിടെ കടന്നു വരുന്നുണ്ട്. 46-47 വില്ലേജുകളിൽ ഞങ്ങൾ കടന്നുപോയി. ഒരുപാട് പേര് രക്ഷിക്കപ്പെട്ടു. ചിലടത്ത് സഭയുണ്ടായി. അവൻ ഒത്തിരി അനുഗ്രഹങ്ങള്, ഒത്തിരി നന്മകളൊക്കെ കാണുവാനായിട്ട് ദൈവം ഞങ്ങളെ സഹായിച്ചു. അതിനുശേഷം ഞങ്ങള് ഈ ഒരു ഭവനത്തിന് ഞങ്ങള് അന്ന് വാങ്ങിച്ച സ്ഥലം
ഞങ്ങൾ ആ സ്ഥലം വിറ്റിട്ട് കുറച്ച് വില്ലേജ് ഇനിയും കുറച്ച് അധികം അകത്തോട്ട് മാറിയിട്ട് ഒരു ചെറിയ വീട് വെക്കണം, അതിനുള്ള പൈസ ഇത് വിറ്റാൽ കിട്ടും, അങ്ങനെയുള്ള ഒരു ചിന്തയില് ഞങ്ങൾ ഇരുന്നു. അങ്ങനെ ഞങ്ങൾ വീട് വിൽക്കാൻ വേണ്ടിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തെങ്കിലും അതൊന്നും അങ്ങോട്ട് നടക്കുന്നില്ല. പലരും വരും, നമ്മൾ ഉദ്ദേശിക്കുന്ന വില പറയും, എന്നിട്ട് തിരിച്ചു പോകും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ ആഴ്ചയുടെ വന്ന സമയത്ത് നാട്ടില് എന്റെ ഒരു വൈഫിന്റെ ചേച്ചിക്ക് ഇച്ചിരി സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലം എന്നോട് പറഞ്ഞു ഇതിന്റെ കയ്യിലുള്ള തരാൻ പറഞ്ഞു. അങ്ങനെ 2 ലക്ഷം രൂപ കൊടുത്ത് ആ സ്ഥലം ഞാൻ വാങ്ങിച്ചായിരുന്നു. അപ്പം അതും വിൽക്കാൻ പറ്റില്ല, ഇത് വിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ വളരെ ഭാരപ്പെട്ടു. ഒരു ദിവസം ഞങ്ങള് 3-4 പേര് ചേർന്ന് ഈ വസ്തുവിനകത്ത് വന്ന് നിന്ന് ഞങ്ങള് കരം കോർത്ത് പ്രാർത്ഥിച്ചപ്പോ എന്റെ കൂടെ ഉണ്ടായിരുന്ന പയ്യൻ പറഞ്ഞു, ഒരു എന്റെ കൂടെ ഇപ്പോഴും എന്റെ കൂടെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസമേനോ, പക്ഷെ ദൈവം നല്ല കൃപകളെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ കൂടെ വന്നതിന് ശേഷം ദൈവം ഒത്തിരി കാലം ദൈവം അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ആ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ ഒരു തുടങ്ങങ്ങളെ ഞാൻ അങ്ങനെ കാണുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് അന്ന് പിരിഞ്ഞു. ഞങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന വേറെ ആളെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനൊരു 100 ബാഗ് സിമെന്റ് ഞാൻ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ആദ്യത്തെ ഓഫർ 100 ബാഗ് സിമെന്റ് ഞങ്ങൾ തന്നു. അതിന് 2ാമത്തെ ദിവസം നാട്ടിലെ വസ്തു വിൽക്കുന്നു എന്ന് ചോദിച്ചു. എനിക്ക് പെട്ടെന്ന് തന്നെ നാട്ടിലെ വസ്തു വിറ്റു. അതൊരു 10 ലക്ഷം രൂപ കിട്ടി. ഇവിടെ എന്റെ ലീസിന്റെ എമൗണ്ട് ഉണ്ടായിരുന്നു. അത് വെച്ച് ഞങ്ങൾ വീട് പണിയാനായിട്ട് പ്ലാൻ ചെയ്തു. ഒരാളിങ്ങനെ വന്നു, ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. ചെയ്തു. പക്ഷെ പുള്ളി വലിയ വലിപ്പത്തിലൊരു ഹോളും 100 പേരിലധികം ഇരിക്കാതെ ഒരു ഹോള് പണിഞ്ഞു. 2 ബെഡ്റൂമും കിച്ചണും സ്റ്റോർ റൂമും എല്ലാം പണിഞ്ഞു. പക്ഷെ അത് പൂർത്തിയാകാതെ പുള്ളി പോയി. പിന്നീട് ഞങ്ങൾ ഒരുപാട് ദിവസം ഇരുന്നുണ്ട്. എന്റെ ലീസിന്റെ എല്ലാം തീർന്നു, അതെല്ലാം പൈസ എല്ലാം വാങ്ങിച്ചു. ഒന്നുമില്ലാത്തൊരവസ്ഥയാണ്. ഞാൻ എവിടെ താമസിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടി. പക്ഷെ ദൈവം അവിടെയും ഞങ്ങളെ അറിയാത്ത അല്ലെങ്കിൽ അറിയിക്കാത്ത പല വ്യക്തികൾ മുഖാന്തരം ഞങ്ങളെ വിളിച്ച് ഞങ്ങൾക്ക് അതിനുള്ള നന്മ തന്നു. ഞങ്ങളെ വീട് ഫിനിഷുമായിട്ട് ഇടയായി തീർന്നു. ഇപ്പം ഞങ്ങള് തിങ്കളാഴ്ചയൊക്കെ അവിടെ ഒരു കൂട്ടായ്മ ദേശത്തിന് വേണ്ടി ഞങ്ങൾ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടായ്മയൊക്കെ ഭവനത്തിൽ ഞങ്ങള് ആരംഭിച്ചിട്ടുണ്ട്. പല ദൈവമക്കളും പല വ്യക്തികളും അവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ചിലർക്കൊക്കെ വചനം പറഞ്ഞു കൊടുത്ത് സുവിശേഷം പറഞ്ഞ് അവരെ സ്നാനപ്പെടുത്തുന്ന കർത്താവ് സഹായിച്ചു. ആ ഭവനവും ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി ഞങ്ങൾ പറഞ്ഞ അത്ര മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ആ ഭവനം ദൈവം തന്നു. വിശാലമായ ഭവനം നമ്മുടെ അനേക ദൈവദാസന്മാർക്ക് ഒരു പാർപ്പിടമാകണം. എല്ലാവരും അവിടെ വന്ന് വിടുതൽ പ്രാപിക്കണം. എല്ലാവരും അവിടെ വന്ന് സ്നാനപ്പെടണം. ഇതൊക്കെ ഞങ്ങളുടെ പ്രാർത്ഥന. അത് ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഞങ്ങള് പല 2 വില്ലേജുകൾ കടന്നു പോകുന്നു. ഞങ്ങൾ പോകുന്ന സഭ ഉള്ള വില്ലേജ് അല്ലാതെ മറ്റൊരു വില്ലേജിലും ഞങ്ങൾ കടന്നുപോയി കർത്താവിന്റെ വചനം അറിയിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെയൊക്കെ ദൈവം ഞങ്ങളുടെ കൂടെ ഞങ്ങളെ സഹായിക്കുന്നു. വളരെ ദൂരത്തില് 80-90 കിലോമീറ്റർ ഒക്കെ ഞാൻ ഈ സ്കൂട്ടറുമായിട്ട് ഞാൻ യാത്ര ചെയ്ത് കർത്താവിന്റെ വചനം പറയുവാനും പലരോടും സുവിശേഷം അറിയിക്കാനും പലർക്കും വേണ്ടി പ്രാർത്ഥനയൊക്കെ ഞങ്ങളെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയൊക്കെ ദൈവം ഞങ്ങളെ സഹായിക്കുന്നു. ഇതുവരെ ഞങ്ങളെ നടത്തിയ ദൈവം ഹല്ലേലൂയ ഇനി മേലാലും ഞങ്ങൾ നടത്തുവാൻ ശക്തൻ ഞങ്ങൾ ഉറച്ച് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. നമ്മൾ ഒത്തിരി തടസ്സങ്ങളൊക്കെ മുൻപിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അവിശ്വാസം ഹല്ലേലൂയ മോശയെ പോലെ ഞാനും പറഞ്ഞത് ഞാൻ വിൽക്കന, ഞാൻ പൊട്ടന, എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ ദൈവം അത്ഭുതകരമായിട്ട് ഞങ്ങളെ കരം പിടിച്ച് നടത്തുന്നു. പോകുന്ന ഇടങ്ങളിൽ പലരും ഹല്ലേലൂയ ഫോൺ ചെയ്ത് വിളിച്ച് സംസാരിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. ഒക്കെ ഹല്ലേലൂയ ദൈവം അത്ഭുതങ്ങൾ നടത്തുന്നു. സ്തോത്രം ഹല്ലേലൂയ. ഇത്രത്തോളം സമയം അനുവദിച്ച ഹല്ലേലൂയ ഈ ജോയ്സ് ടിവിക്കും ദാസിക്കും ഒക്കെ എന്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ ഈ സാക്ഷ്യത്തിൽ ഇരിക്കുന്നു. ദൈവത്തിലൂടെ അനുഗ്രഹിക്കുന്നു. കർത്താവിന്റെ ദാസനെ കന്നഡ ഒന്നും അറിയത്തില്ലായിരുന്നു. ഇപ്പൊ കന്നഡയൊക്കെ പഠിച്ചു കാണുമായിരിക്കുമല്ലോ. ഇപ്പൊ കന്നഡ പഠിച്ചു. അവിടെ വേറെ ആരുമില്ല സിസ്റ്ററെ, കന്നഡ മാത്രമല്ല. അവിടെ പോകുന്നിടങ്ങളിലെല്ലാം കന്നഡയുള്ളത്. കന്നഡയെ പ്രാർത്ഥിക്കുന്നു, കന്നഡയെ പ്രസംഗിക്കുന്നു, കന്നഡയിൽ പാട്ട് പാടുന്നു. എല്ലാം കന്നഡ മാത്രമേ ഉള്ളൂ. നമ്മള് സിറ്റിയിലോട്ടുള്ള ഒരു ബന്ധവും ഇപ്പൊ ഇല്ല. ദൈവത്തെ കൊണ്ട് കഴിയാത്തതൊന്നുമില്ല. കർത്താവ് വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. ദേവദാസനെ കർത്താവ് ധാരാളം ഉപയോഗിക്കട്ടെ. അനേക ജീവിതങ്ങളെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരുവാന് കർത്താവ് സഹായിക്കട്ടെ. കർണാടകയുടെ പ്രദേശത്ത് സുവിശേഷത്തിന് വളരെ പ്രതികൂലമുള്ള സാഹചര്യമാണല്ലോ. അങ്ങനെ എന്തെങ്കിലും പ്രതികൂലങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടോ? അങ്ങനെയുള്ള വലിയ പ്രതികൂലമൊന്നുമില്ല. ചിലർക്കൊക്കെ ചെല്ലുമ്പോൾ ചിലർ പറയും ഇവിടെ നമ്മൾ സമാധാനം നമ്മൾ തിരിച്ചു പോരും, അത്രേ ഉള്ളൂ. അല്ലാതെ മറ്റു പ്രശ്നങ്ങളൊന്നും ഇതുവരെ നമുക്ക് നേരിട്ടിട്ടില്ല. ശുശ്രൂഷ മണ്ഡലത്തില്
നടന്നിട്ടുള്ള എന്തെങ്കിലും വലിയ അത്ഭുതങ്ങള് ദേവദാസനെ കൊണ്ട് കർത്താവ് ചെയ്യിച്ചിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടോ ഓർമ്മയില്? ഉണ്ട് 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 ഉണ്ട്. ഒന്ന് ഷെയർ ചെയ്താട്ട്. പ്രാർത്ഥനയില് പ്രാർത്ഥിച്ച ദൈവം പല വീടുകളില് പല രോഗത്തിന്റെ അവസ്ഥകൾ കടന്നു പോകുന്നവര് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് അവരെ സൗഖ്യമായിട്ടുണ്ട്. പലരും കഴിഞ്ഞിടയ്ക്ക് തന്നെ കിഡ്നി പേഷ്യന്റ് ആയിട്ടിരുന്ന ഒരു വ്യക്തി പ്രാർത്ഥിച്ചു, കർത്താവ് സൗഖ്യം കൊടുത്തു. പിന്നെ ശാന്തമ്മ എന്ന് പറഞ്ഞ സഹോദരി ബ്ലഡ് പേഷ്യന്റ് ആയിരുന്നു. ഇപ്പം എഴുന്നേറ്റ് നടക്കും, സ്വന്തം കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ ദൈവം കൃപ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പല ഭവനങ്ങളില് അതുപോലെ പൈശാചിക ബാധകളിൽ കൂടി കടന്നു പോകുന്ന പല കുടുംബങ്ങളിൽ കടന്നു പോകാനും അവരോട് പ്രാർത്ഥിക്കുവാനും ദൈവത്തിന് വിടുതലൊക്കെ അവര് അനുഭവിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യുന്നുണ്ട്. കർത്താവിന്റെ ദാസനെ ഇന്നും കർത്താവ് തന്റെ അത്ഭുതങ്ങളെ എവിടെയായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. മരിച്ചുയർത്തെഴുന്നേറ്റവനായ കർത്താവ് ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തനങ്ങള് വിവിധ സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ വേല വളരട്ടെ. ദൈവദാസനെ കുടുംബത്തെയും കർത്താവ് ശക്തമായി ഉപയോഗിക്കട്ടെ എന്ന് ഹല്ലേലൂയ ഞങ്ങൾ ജോയ്സ് ടിവിയിലൂടെ ആശംസിക്കുന്നു. ആമേൻ. ഇത്രത്തോളം കർത്താവിന്റെ ദാസന്റെ വിലയേറിയ സമയം ഞങ്ങൾക്ക് വേണ്ടി നൽകി തന്നതിന് കർത്താവിന്റെ ദാസനോടുള്ള നന്ദിയും സ്നേഹവും ഞങ്ങൾ അറിയിക്കുന്നു. ദൈവദാസനെയും പ്രാർത്ഥിച്ചാട്ട്. ആമേൻ. ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധനും മുഖ്യനുമായ ദൈവമേ, സ്വർഗത്തെ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ടതായി നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്തപ്പോ കർത്താവേ, ആമീൻ. ഹല്ലേലൂയ. ഈ ജോയ്സ് ടിവിയിൽ കൂടി കർത്താവത്തോളം സമയം കർത്താവേ ആമീൻ സാക്ഷ്യം പങ്കിടുവാൻ കർത്താവിനെ ബലപ്പെടുത്തിയതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്തപ്പോ അതിന് മുഖാന്തരം ഒരുക്കിയ കർത്താവേ ഈ ജോയ്സ് ടിവിയെ അവരുടെ കരങ്ങളെ ഏൽപ്പിക്കുന്നപ്പോ കർത്താവേ സ്തോത്രം. ഈ ഹല്ലേലൂയ ഈ ഒരു സംരംഭം അനേകർക്കപ്പ അനുഗ്രഹമായി വിടുതലായി തീരുവാൻ സ്വർഗം സഹായിക്കണമേ എന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അനേകരുടെ സാക്ഷ്യം ഹല്ലേലൂയ കർത്താവേ ഈ ജോയ്സ് ടിവി മുഖാന്തരം മറ്റുള്ളവർ കേൾക്കുവാനും അത് അവരുടെ ജീവിതത്തിൽ വിടുതലും രക്ഷയും കാരണമായി തീരുവാൻ കർത്താവെ അങ്ങ് ഇടയാക്കുമാറാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവമക്കളെയും അവന്റെ കരങ്ങൾ തരുതപ്പച്ച കർത്താവ് പ്രത്യേകിച്ച് കർത്താവെ ദാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം ബലപ്പെടുത്തണമേ, ദൈവം സഹായിക്കണമേ, അപ്പ അധിക കൃപകള നിറയ്ക്കണമേ എന്ന് അവരോട് പ്രാർത്ഥിക്കുന്നു. പിതാവേ അനേകരെ ഹല്ലേലൂയ കർത്താവെ സമൂഹത്തിന് മുൻപിൽ കർത്താവെ സാക്ഷ്യമായിട്ട് നിർത്തുവാൻ അധികം കർത്താവ് കൃപ കൊടുക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ. ഈ സംരംഭം കർത്താവെ അനേകരുടെ രക്ഷികർത്താവ് കാരണമാക്കി തീർക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നപ്പോ ആമീൻ. ഹല്ലേലൂയ. തന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവെ അടികളെ ഏൽപ്പിക്കുന്നു. കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്ന പച്ച കർത്താവിന്റെ അതി പ്രയോജനപ്പെടാൻ വീണ്ടും കർത്താവ് കരങ്ങൾ ഉപയോഗിക്കണമേ എന്ന് ദൈവത്തോടെ പ്രാർത്ഥിക്കുകയാണ്. പച്ച ലോകത്തിന്റെ നന്മകളോ ലോകത്തിന്റെ സമ്പത്തോ ഒന്നുമല്ല പച്ച നിത്യത്തിക്ക് വേണ്ടി ചിലത് കരുതുവാനുള്ള കൃപ അധിക കർത്താക്കളെ പകരണമേ എന്ന് ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അപ്പൊ സ്തോത്രം. ഹല്ലേലൂയ. ഒരു ദാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോയ്സ്റ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവം ധാരാളം അനുഗ്രഹിച്ചാട്ട് അങ്ങനെ പ്രാർത്ഥനയുടേതായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ദേവദാസനെ വന്ദനവും സ്നേഹവും ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു. കർത്താവ്